Hi all. അപ്പോൾ നമ്മുടെ JEE-ൻ്റെ ലാസ്റ്റ് ഇയർ 2025 April 2 അതിൻ്റെ ഈവനിങ് ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോൾ അത് തന്നെ ഒരു അസേഷൻ റീസൺ ആണ്. Assertion that net dipole moment of a polar linear isotropic dielectric substance is zero. It's not zero even in the absence of external electric field. അപ്പോൾ അത് റോങ് ആണ്. കാരണം എക്സ്റ്റേണൽ ഫീൽഡ് വരുമ്പോഴാണ്, അതായത് പോളാർ ഐസോട്രോപിക് മെറ്റീരിയലൊക്കെ വരുമ്പോൾ സോ അവർക്ക് ദേ ഹാവ് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഇൻഡിവിജ്വൽ മോളിക്യൂൾസിന് ഡൈപോൾ മൊമെൻ്റ് കാണും. അപ്പോൾ ദേ ആർ റാൻഡംലി ഓറിയൻറ്റഡ്. അപ്പോൾ അതിങ്ങനെ റാൻഡംലി ഓറിയൻറ്റഡ് ആയിരിക്കും. പി ഇങ്ങനെ, അതായത് വേറൊരു ഡയറക്ഷനിൽ പി ഇങ്ങനെ. അപ്പോൾ ദേ ആർ റാൻഡംലി ഓറിയൻറ്റഡ്. അപ്പോൾ ദ ഡൈപോൾ മൊമെൻ്റ് ഓഫ് ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് ദേ ആർ റാൻഡംലി ഓറിയൻറ്റഡ്. അപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ ഹോൾ എടുക്കുമ്പോൾ പി നെറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. നമ്മളെ മെറ്റീരിയലിൻ്റെ അതായത് ആ മൊത്തം മെറ്റീരിയലിൻ്റെ നെറ്റ് ഡൈപോൾ മൊമെൻ്റ് എടുക്കുമ്പോൾ അത് 0 ആയിരിക്കും. പി നെറ്റ് ഈസ് ഈക്വൽ ടു 0. കാരണം ദേ ആർ റാൻഡംലി ഓറിയൻറ്റഡ്. ഇപ്പോൾ തെർമൽ ഇത് കാരണം ദേ ആർ റാൻഡംലി ഓറിയൻറ്റഡ് ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇറ്റ്സ് നോട്ട് 0. ഇവർ പറഞ്ഞിരിക്കുന്നത് നോട്ട് 0 എന്നാണ്. പക്ഷേ പി നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ഈസ് 0. ഓക്കെ. In the absence of an external electric field, the different permanent dipoles of polar dielectric substance are oriented in random direction. അപ്പോൾ റീസൺ കറക്റ്റ് ആണ്. ഇപ്പോൾ റീസൺ പറഞ്ഞിരിക്കുന്നത് in absence of an external electric field, the different permanent dipoles of a polar dielectric substance are oriented in random direction. അപ്പോൾ റീസൺ കറക്റ്റ് ആണ്, അസേഷൻ റോങ് ആണ്. അപ്പോൾ A is not correct and R is correct. നോക്കാം. അപ്പോൾ പിന്നെ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വെൻ E is there, E external is okay, E external അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദ ഡൈപോൾ വിൽ ഓറിയൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ദ ഡൈപോൾ വിൽ ഓറിയൻറ്റ് ഇൻ ദ ഡയറക്ഷൻ. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് അലൈൻ ചെയ്യുമ്പോൾ ദ ഡൈപോൾ മൊമെൻറ്റ് P വിൽ അലൈൻ ഇൻ ദ ഡയറക്ഷൻ. ആ ഡയറക്ഷനിൽ അത് അലൈൻ ചെയ്യും. എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് വിൽ ബി 0 ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4. Next, question number 2. In a moving coil galvanometer, two moving coils M1, M2 have the following particulars. Find a resistance, number of turns, and the area, and magnetic field എന്നിട്ടുണ്ട് രണ്ടിനെ. Assuming that torsional constant of the spring are the same for both coils, what will be the ratio voltage sensitivity of M1 and M2? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് M1 ആൻഡ് M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി നമുക്കറിയാം. കറണ്ട് സെൻസിറ്റിവിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ വരുന്നത് നമുക്ക് പെട്ടെന്ന് ഇക്വേഷൻ അറിയാമെങ്കിൽ ഓക്കെ. നമുക്കറിയാം KFI ഈസ് ഈക്വൽ ടു KFI. K എന്ന് പറയുമ്പോൾ ടോർഷണൽ കോൺസ്റ്റൻ്റ് ആണ്. K എന്ന് പറയുമ്പോൾ ടോർഷണൽ കോൺസ്റ്റൻറ്റ് KFI ഈസ് ഈക്വൽ ടു NIAB അല്ലെങ്കിൽ NIAB. ഇപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു 5/I ദാറ്റ് ഈസ് ഈക്വൽ ടു NAB by K വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു NAB/K. ദാറ്റ് ഈസ് എ കറണ്ട് സെൻസിറ്റിവിറ്റി. നമുക്കിനി വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആണെങ്കിൽ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. 5/I/R വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു NAB/KR. K എന്ന് പറയുമ്പോൾ ടോർഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. Assuming that torsional constant of the springs are the same for both coils, what will be the ratio of voltage sensitivity of M1 and M2? അപ്പോൾ രണ്ടിൻ്റെ ഓക്കെ, സോ M1ൻ്റെ M2ൻ്റെ ഓക്കെ, സോ 5/1 അപ്പോൾ ഇതിൻ്റെ ഓക്കെ, സോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കണേ. സോ ഞാൻ ജസ്റ്റ് അതിന് സോ 5/V(1) to 5/V(2) വരും. അപ്പോൾ ഇവരുടെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ N1 A1 B1 by K into R1 N2 A2 B2 into K into R2 വരും. അപ്പോൾ നോക്കുക, അപ്പോൾ K സെയിം ആണ്. അപ്പോൾ ഇവരുടെ ടോർഷണൽ കോൺസ്റ്റൻറ്റ് സെയിം ആണ്. അപ്പോൾ ടോർഷണൽ കോൺസ്റ്റൻറ്റ് K സെയിം ആണ്. അപ്പോൾ നോക്കുക, അപ്പോൾ നമുക്ക് വാല്യൂസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ N1 ഓക്കെ, സോ N1 R1 A1 ഓക്കെ, N1 A1 B1 അത് കറക്റ്റാണ്. N1 15 A1 ഓക്കെ, 15 3.6 into 10 to the power -3 B1, so 0.25 into R is equal to 7 വരും. R is equal to 5 വരും. And okay, so ഇനി R1 is equal R2 അല്ല, R2 7 ആണ്. മാറിപ്പോയി, R2 7 ആണ്.
ഇനി നമുക്കിവിടെ R1 R1ൻ്റെ വാല്യൂ 5 ആണ്. ഇനി N2 A2 B2 ഓക്കെ, N2 A2 B2 എന്ന് പറയുമ്പോൾ 21 1.8 0.5 ഓക്കെ, 21 1.8 ഇൻറ്റു 10⁻³ ഇൻറ്റു മറ്റേത് 0.5 ഓക്കെ, 0.5 വരും. ഇവിടെ നോക്കി, ഇവിടെ എല്ലാം ഇപ്പം നമുക്ക് എല്ലാം ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. നോക്കുക, ഇവിടെ നോക്കി, ഇവിടെ 2 വരും, ഇവിടെ 2 വരും, ഇവിടെ 2 വരും. ഈ 2 യും കട്ടായി പോകും, ഈ 2 യും കട്ടായി പോകും. അപ്പോൾ ഈ 2 യും ക്യാൻസലായി പോകും, ഇതും ക്യാൻസലായി പോകുമ്പോൾ ഇവിടെ 3 വരും. ഇവിടെ ഈ 21 പോകുമ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 3 വരും. അപ്പോൾ ഈ 3യും ക്യാൻസലായി പോകും. അപ്പോൾ ഇതും ക്യാൻസലായി പോകും. അപ്പോൾ ഫൈനലി നമുക്ക് ഒന്നും ബാക്കിയില്ല, എല്ലാം ക്യാൻസലായി പോയി. അപ്പോൾ ഇവരുടെ റേഷ്യോ 1:1 വരും. അത് ഈസ് ഈക്വൽ ടു 1:1. 1:1 ആണോ? അപ്പോൾ അവരെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 1:1 വരും. ഓക്കെ, 1:1. അപ്പം ജസ്റ്റ് ഓർത്താൽ മതി, കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് R ആണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ ആ മെത്തേഡ് ഓർത്താൽ മതി. പെട്ടെന്ന് ഇക്വേഷൻ മറന്നു പോവുകയാണെങ്കിൽ ഓക്കെ, സോ NAB/K ആണ്, NAB/K ആണ് കറണ്ട് സെൻസിറ്റിവിറ്റി. അതിനെ റെസിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സർക്കുലർ റിംഗ് ഓഫ് മാസ് M ആൻഡ് ഡയമീറ്റർ R. ഇവിടെ ഡയമീറ്റർ ആണ് R. ഓക്കെ, ഇവിടുത്തെ ഡയമീറ്റർ ഈസ് R ആണ്. ഇത് ശ്രദ്ധിക്കുക, ഇവിടെ ഡയമീറ്റർ R ആണ്. അതാണ് ഇതിൻ്റെ അതൊരു ട്രിക്കി പാർട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ, ഡയമീറ്റർ D ഈസ് ഈക്വൽ 2 × R, ദാറ്റ് ഈസ് ഈക്വൽ ടു R. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ റേഡിയസ് ഈസ് ഈക്വൽ ടു റേഡിയസ് ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു R/2 വരും. റേഡിയസ് ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു R/2. അപ്പോൾ ഓഫ് എ റിംഗ് മാസ് ഡയമീറ്റർ R about the tangential axis lying in the plane of ring. അപ്പോൾ റിങ്ങിൻ്റെ പ്ലെയിനിൽ കിടക്കുന്ന ആക്സിസ് ആണ്. അപ്പോൾ റിങ്ങിൻ്റെ പ്ലെയിനിൽ കിടക്കുന്ന ആക്സിസ് എന്ന് പറയുമ്പോൾ ആക്സിസ്. ഓക്കെ, അപ്പോൾ റിങ്ങിൻ്റെ പ്ലെയിനിൽ കിടക്കുന്ന ആക്സിസ്. ഓക്കെ, സോ ഇത് ICM, ഇവിടെ ICM വരും. ഇത് അതിൻ്റെ ഡയമീറ്റർ. ഓക്കെ, അതിൻ്റെ അതിൻ്റെ ടാൻജൻഷ്യൽ ആക്സിസ് parallel to that. Okay, parallel to the axis through the diameter and parallel to the axis through the diameter and at a distance R ആണ് റിങ്ങിൻ്റെ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, റിംഗ് ഷേപ്ഡ് ബോഡി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ആക്സിസ്. ഓക്കെ, ഇതിൻ്റെ ഡയമീറ്ററിന് പാരലായിട്ട്, അല്ലെങ്കിൽ ഡയമീറ്ററിന് പാരലായിട്ട് ഇത് ICM, ഡയമീറ്ററിന് പാരലായിട്ട് അതിൻ്റെ പ്ലെയിനിൽ കിടക്കുന്ന, ഓക്കെ, അതിൻ്റെ പ്ലെയിനിൽ കിടക്കുന്ന, അതിന് ഡയമീറ്റർ പാരലായിട്ട് അതിന് പ്ലെയിനിൽ കിടക്കുന്ന എഡ്ജിനെ ടച്ച് ചെയ്യുന്ന ആക്സിസ് R. അപ്പോൾ ഇതിൽ കൂടെ പോകുന്നത്, ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ I കണ്ടുപിടിക്കുന്നത് I ഈസ് ഈക്വൽ ടു ICM പ്ലസ് M × R² വരും, M × R². ഓക്കെ, ഇപ്പോൾ നമുക്ക് ICM എന്ന് പറയുമ്പോൾ ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഡയമീറ്റർ ആണ്. സോ I അബൌട്ട് ഡയമീറ്റർ ആണ്. I അബൌട്ട് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു അത് റിംഗ് ആകുമ്പോൾ MR²/2 ആണ്, MR²/2. അപ്പോൾ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ I ഈസ് ഈക്വൽ ടു എങ്ങനെ ഒരു I ഈസ് ഈക്വൽ ടു MR²/2 പ്ലസ് MR², ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 MR² വരും. 3/2 MR², ദാറ്റ് ഈസ് ഈക്വൽ ടു I ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു M ഇൻറ്റു R/2. അപ്പോൾ റേഡിയസ് R ഈസ് ഈക്വൽ ടു, ഓക്കെ, സോ ഡയമീറ്റർ/2, ഡയമീറ്റർ സ്മോൾ r ആണ്, സ്ക്വയർ എടുക്കുമ്പോൾ സോ 2/3 ഇൻറ്റു M ഇൻറ്റു R²/4 വരും. അപ്പോൾ സോറി മാറിപ്പോയി, ഇവിടെ 3 ഓക്കെ, 3 2. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 3MR². ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3MR²/8 വരും, 3MR²/8. അപ്പോൾ അതിൻ്റെ ആൻസർ 3MR²/8 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 3MR²/8. സോ ക്വസ്റ്റ്യൻ നമ്പർ 3, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 3, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, 3/8 MR². ഓക്കെ, next question number 29. 2 water drops each of radius R coalesce to form a bigger drop, or combine to form a bigger drop. If T is a surface tension, the surface energy released in this process. അപ്പോൾ നോക്കുക, ഇവിടെ സർഫസ് എനർജി, അപ്പോൾ ഇനീഷ്യൽ സർഫസ് എനർജി എന്ന് പറയുമ്പോൾ നോക്കുക, അപ്പോൾ സർഫസ് എനർജി ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ എന്ന് എടുക്കാം. അപ്പോൾ സർഫസ് എനർജി ഈസ് ഈക്വൽ ടു സർഫസ് എനർജി, ഇപ്പോൾ സർഫസ് ടെൻഷൻ ഇൻറ്റു, ഓക്കെ, സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ ആണ്. സർഫസ് ടെൻഷൻ ടൈംസ് ഏരിയ വരും, സർഫസ് ടെൻഷൻ ടൈംസ് ഏരിയ. ഓക്കെ, ഇവിടെ നോക്കുക, ഇപ്പോൾ 2 ഡ്രോപ്സ്. ഓക്കെ, സോ 2 ഡ്രോപ്പ് ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നു. സോ 2 ഡ്രോപ്പ് ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ 2 ഡ്രോപ്പ്. ഓക്കെ, 2 ഡ്രോപ്പ്, അതിൻ്റെ റേഡിയസ് R. അപ്പോൾ അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു ബിഗ് ഡ്രോപ്പ് ആവുന്നു, അതിൻ്റെ റേഡിയസ് R. അപ്പോൾ
2 into 4/3 pi r cube is equal to 4/3 pi capital R cube. ഇവിടെ നോക്കുക, അപ്പോൾ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 2 small r cube, r is equal to capital R is equal to 2 to the power 1/3, 2 to the power 1/3 r വരും. ഓക്കെ, 2 to the power 1/3 r. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സർഫസ് എനർജി. ഓക്കെ, സോ നമുക്ക് ഇനീഷ്യൽ സർഫസ് എനർജി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ സർഫസ് എനർജി. ഇപ്പോൾ എനർജി റിലീസ് ഈസ് ഈക്വൽ, അപ്പോൾ ഇനീഷ്യൽ സർഫസ് എനർജി കണ്ടുപിടിക്കാൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ. T into സർഫസ് ടെൻഷൻ T into 4 pi. സോ ഇവിടെ രണ്ട് സർഫസ് ഏരിയ ഉണ്ട്, അപ്പോൾ 4 pi small r square into 2 വരും. 4 pi small r square into 2 വരും. ഓക്കെ, നോക്കുക, ഇനി ഫൈനൽ സർഫസ് എനർജി എടുക്കുക. ഫൈനൽ സർഫസ് എനർജി എടുക്കുക. ഫൈനൽ സർഫസ് എനർജി ഈസ് ഈക്വൽ ടു T into ഇവിടെ ഒറ്റ 4 pi capital R square വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു T into 4 pi into ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ 2 to the power 1/3 small r square വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു T into 4 pi into 2 to the power 2/3 r square വരും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നോക്കി ഇവിടെ 2 to the power 2/3, ഇവിടെ 2 to the power 2/3 ആണെങ്കിൽ ഇവിടെ 2 ആണ്. അപ്പോൾ ഇതല്ലേ കൂടുതൽ. അപ്പോൾ റിലീസ്, ഓക്കെ, എനർജി റിലീസ്ഡ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജി ആണ്. അപ്പോൾ എനർജി റിലീസ്ഡ് ഈസ് ഈക്വൽ ടു എനർജി റിലീസ്ഡ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജി. ഇനീഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക, ഇനീഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു T into 2 into 4 pi r square. സോ നോക്കുക, ഫൈനൽ എനർജി എടുക്കുമ്പോൾ T into 4 pi into 2 to the power 2/3 r square. അപ്പോൾ ഇവിടെ നോക്കുക, T into 4 pi r square. ഓക്കെ, സോ ഇവിടെ T into 4 pi r square 2 minus 2 to the power 2/3. 2 minus 2 to the power 2/3 ആണ്. യെസ്, 4 pi r square. ഓക്കെ, 4 pi r square T ദാറ്റ് ഈസ് ഈക്വൽ ടു 4 pi r square T 2 minus 2 to the power 2/3 വരും. അപ്പോൾ ഓപ്ഷൻ, ഓക്കെ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 അല്ലേ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 4 ആൻസർ ഓപ്ഷൻ 1 വരും. ക്വസ്റ്റ്യൻ നമ്പർ 4 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. An electron with a mass m with an initial velocity t is equal to 0, v is equal to v naught I, enters a magnetic field b is equal to b naught j. The initial d prime wavelength at time t is equal to 0 is lambda naught. Then the value after time t would be. ഇവിടെ നോക്കുക, സോ ഇവിടെ v പെർപെൻഡിക്കുലർ ടു, ഇവിടെ നോക്കുക, ഇവിടെ v is equal to v naught I and b is equal to b naught j. സോ ഇവിടെ ഫോഴ്സ്, ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സ് F is equal to q into v cross b ആണ്. q into v cross b. ഇവിടെ നോക്കുക, F, ഓക്കെ, F always perpendicular to b ആണ്. F always perpendicular to velocity ആണ്. F always perpendicular to velocity. അപ്പോൾ F perpendicular to velocity വരുമ്പോൾ നോക്കുക, work done by magnetic force. ഓക്കെ, സോ work done by FB അല്ലെങ്കിൽ magnetic force, work done by FB is equal to 0. ഇപ്പോൾ net work done is equal to change in kinetic energy. So net work done is equal to delta K. ഇവിടെ നോക്കുക, work done by FB 0 ആകുമ്പോൾ, സോ work done is equal to 0 എന്ന് പറയുമ്പോൾ delta K is equal to 0. ഇപ്പോൾ kinetic energy constant, ഓക്കെ, kinetic energy constant ആണ്. ദാറ്റ് മീൻസ് kinetic energy constant ആണ്. ദാറ്റ് മീൻസ് ദ സ്പീഡ് ബോണ്ട് ചേഞ്ച് അതാണ്. ഇപ്പോൾ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ വരും, അപ്പോൾ ഇറ്റ് വിൽ മൂവ് അലോങ് എ സർക്കുലർ പാത്ത് ആയിരിക്കും. കാരണം ഇത് എൻ്റർ ചെയ്യുന്ന പോയിന്റിൽ v is equal to v naught I, ഇനേഴ്ഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ നോക്കുക, പാർട്ടിക്കിൾ ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്നു, സോ v naught I എൻ്റർ ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് b naught j ആണ്. അപ്പോൾ ഇതിൻ്റെ പാത്തൊക്കെ, സോ ഇറ്റ് വിൽ മൂവ് അലോങ് ഒരു സെറ്റ് ഡയറക്ഷനിലൊക്കെ ഈ ഒരു സർക്കുലർ പാത്ത്, ഒരു XY പ്ലെയിനിൽ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പാർട്ടിക്കിൾ മൂവ് അലോങ് എ സർക്കുലർ പാത്ത്, kinetic energy constant means, ഓക്കെ, പാർട്ടിക്കിൾ മൂവ് അലോങ് എ സർക്കുലർ പാത്ത്. അപ്പോൾ അതിൻ്റെ kinetic energy constant means സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ എടുക്കുമ്പോൾ അതിൻ്റെ ഡി ബ്രോയ് വേവ്ലെങ്ത് ലാംഡ, ഡി ബ്രോയ് വേവ്ലെങ്ത് ഈസ് ഈക്വൽ ടു അത് h/p എടുക്കുമ്പോൾ h/p h/m into v സ്പീഡാണ്. ഇത് സ്പീഡാണ് എടുക്കുന്നത്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് v എടുക്കേണ്ടത്. കാരണം ഈ വേവ് ലെങ്ത്തിൻ്റെ ഡയറക്ഷൻ ഒന്നുമില്ല. കാരണം മാഗ്നിറ്റ്യൂഡ് ഓഫ് v എടുക്കേണ്ടത്, കാരണം വേവ് ലെങ്ത്തിൻ്റെ ഡയറക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ h into h by mass into m into സ്പീഡാണ് വേണ്ടത്.
ഇവിടെ സ്പീഡ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്, കാരണം ഇവിടെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സ്പീഡ് ഈസ് കോൺസ്റ്റൻ്റ് ആണ്, സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ലാംഡ അറ്റ് എനി ടൈം, ഓക്കെ, ലാംഡ അറ്റ് എനി ടൈം ഈസ് ഈക്വൽ ടു ലാംഡ അറ്റ് എനി ടൈം ഈസ് ഈക്വൽ ടു ലാംഡ നോട്ട് ആയിരിക്കും. അപ്പോൾ ലാംഡ അറ്റ് എനി ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ നോട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ലാംഡ നോട്ട്. ഓക്കെ, വേറെ കാൽക്കുലേഷൻ ആവശ്യമൊന്നുമില്ല, ഇത്രയും ഓർത്താൽ മതി. മാഗ്നറ്റിക് ഫോഴ്സ് ചെയ്യുന്ന വർക്ക്, മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ഫോഴ്സ് 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ഫോഴ്സ് 0 എന്ന് പറയുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫോഴ്സ് 0 ആകുമ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0 ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി കോൺസ്റ്റൻറ്റ്, ദാറ്റ് മീൻസ് സ്പീഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഓക്കെ, സോ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ സോ h/mv. ആ v എന്ന് പറയുമ്പോൾ ഓക്കെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണ്ടേ, കാരണം വേവ് ലെങ്ത് എടുക്കുമ്പോൾ അതിന് ഡയറക്ഷൻ ഒന്നുമില്ല, കാരണം വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്പീഡ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്. h/mv എടുക്കുമ്പോൾ സോ ആ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു ഓൾവേസ് ലാംഡ നോട്ട് ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 അല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ 5 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31 6 ഇത് അതിപ്പോൾ കറക്റ്റ് ഈ ഓർഡറിലാണ് ഇവിടെ നോക്കണ്ടേ, ഇവിടെ 31. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എ സൈനസോയിഡൽ വേവ് ലെങ്ത് ഓക്കെ 7.5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു 7.5 സെൻറ്റിമീറ്റർ, ലാംഡ 7.5 സെൻറ്റിമീറ്റർ. travels a distance of 1.2 centimeter along the x direction in 0.3 second. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് v is equal to 1.2 centimeter by second by 0.3 എടുക്കുമ്പോൾ this is equal to so 4 centimeter per second. അപ്പോൾ അതിൻ്റെ ഓക്കെ ഇതിൻ്റെ സ്പീഡ് is equal to so 4 centimeter per second. ഓക്കെ, the crest at p is equal to so at the crest p is at x is equal to 0 and okay and the crust at p, okay, the crust p is at okay അതായത് at p at okay at time t is equal to 0 and x is equal to 0. അപ്പോൾ അവിടെ that is a crust ആണ്, അതൊരു ക്രസ്റ്റ് ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് അവിടെ y is equal, അപ്പോൾ y is equal അത് y നോട്ട് ആയിരിക്കും. അപ്പോൾ അവിടെ y is equal y നോട്ട് ആയിരിക്കും. അപ്പോൾ ആ പോയിന്റ് ക്രസ്റ്റിലാണ്. അപ്പോൾ t is equal 0ലും x is equal 0ലും അത് ക്രസ്റ്റിലായിരിക്കും. അപ്പോൾ അത് y നോട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് കൊസൈൻ ഫംഗ്ഷൻ എടുക്കേണ്ടി വരും, കാരണം cos 0 is equal, കാരണം ഇത് കൊസൈൻ ഫംഗ്ഷൻ എടുക്കേണ്ടി വരും, കാരണം cos 0 is equal to 1 ആണ്. And the maximum displacement of the wave is okay, what the maximum displacement in the amplitude is equal to so ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് a ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ഇക്വേഷൻ കറക്റ്റ്ലി റെപ്രസെൻറ്റ് ദ വേവ്? അപ്പോൾ നോക്കുക, ഇത് ആദ്യം തന്നെ നമുക്കിത് കൊസൈൻ വേണോ സൈൻ വേണോ എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കുക, കാരണം y ഈസ് ഈക്വൽ ഞാൻ നോക്കുക, y ഈസ് ഈക്വൽ ഞാൻ സോ ആംപ്ലിറ്റ്യൂഡ് a സൈൻ ഓക്കെ a സൈൻ kx മൈനസ് ഒമേഗ ടി എന്നിട്ടൊന്ന് വിചാരിക്കാം. അപ്പോൾ നോക്കുക, ഞാൻ എക്സിന് 0 കൊടുത്തു, ടിക്ക് 0 കൊടുത്തു. അപ്പോൾ നോക്കുക, അപ്പോൾ y ഈസ് ഈക്വൽ അങ്ങനെ ഒരു y ഈസ് ഈക്വൽ ടു a സൈൻ 0 വരും. a സൈൻ 0 എന്ന് പറയുമ്പോൾ 0 വരും. അത് പോസിബിൾ ആണല്ലോ, അത് പോസിബിൾ അല്ലല്ലോ. ഓക്കെ, y ഈസ് ഈക്വൽ ടു a സൈൻ 0, ഇത് 0 അത് പറ്റത്തില്ല, കാരണം ആ പോയിന്റ് ക്രസ്റ്റ് ആണ്. അപ്പോൾ ആ പോയിന്റ് ക്രസ്റ്റ് ആവണമെങ്കിൽ നോക്കുക, സോ y ഷുഡ് ബി ഈക്വൽ ടു, അപ്പോൾ ഈ ഇക്വേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ y ഈസ് ഈക്വൽ നമുക്ക് a cos kx മൈനസ് ഒമേഗ ടി വേണം. a cos kx മൈനസ് ഒമേഗ ടി വേണം. ഇവിടെ നോക്കുക, അപ്പോൾ കാരണം ഇവിടെ നോക്കുക, ഇവിടെ x ഈസ് ഈക്വൽ ടു 0 എടുക്കുക, ടൈം t ഈസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ സോ y ഈസ് ഈക്വൽ ടു a cos 0 വരും, a cos 0 a വരും. അപ്പോൾ ഇത് ക്രസ്റ്റ് ആണ്, ആ പോയിന്റ് ക്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ കൊസൈൻ ഫംഗ്ഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ കൊസൈൻ ഫംഗ്ഷൻ എടുക്കേണ്ടി വരും. സൈൻ ഫംഗ്ഷൻ എടുത്താൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന പോയിന്റ് t ഈസ് ഈക്വൽ 0ലും അതായത് x ഈസ് ഈക്വൽ 0ലും ആ പോയിന്റ് ക്രസ്റ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് കൊസൈൻ ഫംഗ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സൈൻ ഫംഗ്ഷൻ ഒക്കെ അത് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ഇനി ബാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് സോ y ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, സോ ഇക്വേഷൻ ഓഫ് വേവ് ഈസ് ഈക്വൽ ടു വേവിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഇതിൻ്റെ ഒരു y ഈസ് ഈക്വൽ ടു 2 cos kx മൈനസ് ഒമേഗ ടി വരും. ഇപ്പോൾ k എന്ന് പറയുമ്പോൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ. സോ 2π ബൈ ലാംഡ എന്ന് പറയുമ്പോൾ 2π ഇൻറ്റു സോ 2π ബൈ ലാംഡ ഈസ് ഈക്വൽ ടു 7.5 ആണ്. 2π ബൈ 7.5 അപ്പോൾ ആ വാല്യൂ എടുക്കുക. സോ 2π ബൈ 7.5 എന്ന് പറയുമ്പോൾ സോ 0.83 വരും. ഇത് 0.83, ഇതിൻ്റെ വാല്യൂ 0.83 വരും. 0.83 ഓക്കെ 0.83. ഇനി അടുത്ത ഒമേഗ ടി ആണ്. ഒമേഗ ഈസ് ഈക്വൽ ടു കാരണം നമുക്കറിയാം സ്പീഡ് v ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ ആണ്. ഓക്കെ, അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു സോ കെ ഇൻറ്റു സോ ഇവിടെ നോക്കിയാൽ v ഇൻറ്റു കെ വരും. v ഇൻറ്റു കെ. ഇവിടെ നമ്മൾ ഓക്കെ ഈ കെയുടെ വാല്യൂ 0.83 എടുത്ത്
സ്പീഡ് ഓഫ് വേവ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് വേവ് നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു. വേവിൻ്റെ സ്പീഡ് ഈസ് ഈക്വൽ ടു 4 വന്നു. അപ്പോൾ 4 × 0.83 4 × 0.83 ഈസ് ഈക്വൽ ടു അത് 3.35 വരും. 3.35 വരും. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ഇത്രയും റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ഇത്രയും റേഡിയൻ പെർ സെക്കൻഡ് വരും. ഇപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ y ഈസ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് കൊസൈൻ ഫംഗ്ഷൻ ആണ്. അതിനാലാണ് ഈ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. kx - ωt അതെടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × ആംപ്ലിറ്റ്യൂഡ് 2 × cos 0.83x minus 3.35t വരും. സോ 2 cos 0.83x minus 3.35t വരും സെൻറ്റിമീറ്റർ. ഇൻ സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ അതിൻ്റെ ബേസിക് ആ വേവിൻ്റെ പ്ലെയിൻ പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ kx - ωt. ഇപ്പോൾ k എന്ന് പറയുമ്പോൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് 2π/λ. ഒമേഗ എന്ന് പറയുമ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു 2πf അല്ലെങ്കിൽ ω/k ഈസ് ഈക്വൽ ടു v. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു k × v അങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതാണ് ആ കണ്ടീഷൻ. കാരണം നമ്മൾ ആ ബൗണ്ടറി കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. x ഈസ് ഈക്വൽ ടു 0-ലും t ഈസ് ഈക്വൽ ടു 0-ലും ഇറ്റ് ഈസ് അറ്റ് ക്രസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 31 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. Next question number 32. Given a charge Q, current I, permeability of vacuum mu0, which of the following quantity has a dimension of a momentum? അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഇതിൻ്റെ അകത്ത് ഏതാണ്? അപ്പോൾ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഇത് ഈ നിങ്ങൾ mu0ൻ്റെ ഡയമെൻഷൻ അറിയാം, അല്ലെങ്കിൽ കറണ്ട് ഇതിൻ്റെ ഡയമെൻഷൻ അറിയാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ചിലപ്പോൾ നിങ്ങൾ mu0ൻ്റെ ഒക്കെ ഈ പെർമിലിറ്റിയുടെ ഡയമെൻഷൻ ഒക്കെ അറിഞ്ഞിരിക്കണം. അതായത് പെർമിലിറ്റിയുടെ ഡയമെൻഷൻ ഒക്കെ എനർജി ഏതെങ്കിലും ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾ അതിൻ്റെ എക്സാക്ട് ഡയമെൻഷൻ ഒക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകണം. ഞാനിവിടെ പെട്ടെന്ന് ഒരു ട്രിക്ക് പോലെ ഞാൻ ഉദ്ദേശിക്കുന്നത് നോക്കുക. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ അറിയാം. നമുക്ക് ബി ഈസ് ഈക്വൽ ടു ഒരു റിങ് എടുക്കുകയാണെങ്കിൽ ഒരു റിങ്ങിൽ കൂടെ കറണ്ട് ആയി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ അത് mu0I/2r ആണ്. നോക്കിയാൽ ഡയമെൻഷൻ ഓഫ് mu0I. ഡയമെൻഷൻ mu0I എന്ന് പറയുമ്പോൾ B × 2r. ഈ r എന്ന് പറയുമ്പോൾ റേഡിയസ് ആണ്. ഈ r എന്ന് പറയുമ്പോൾ r ഈസ് എ റേഡിയസ് ആണ്. r എന്ന് പറയുമ്പോൾ റേഡിയസ് അല്ലേ, r എന്ന് പറയുമ്പോൾ റേഡിയസ് ആണ്. അപ്പോൾ നോക്കി ഇത് mu0I എന്ന് പറയുമ്പോൾ b0I ഈസ് ഈക്വൽ ടു അത് b × ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ. b × ലെങ്ത്താണ് വരുന്നത്. b × ലെങ്ത് ആണ്. അപ്പോൾ നമ്മളിവിടെ b × ലെങ്ത് മാഗ്നറ്റിക് ഫീൽഡ് × ലെങ്ത് എവിടെയാണ് കണ്ടിരിക്കണേ? മാഗ്നറ്റിക് ഫീൽഡ് × ലെങ്ത് നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എടുക്കുകയാണ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു b × I × L അല്ലേ. അപ്പോൾ നോക്കിയപ്പോൾ b × ലെങ്ത്. b × ഡയമെൻഷൻ ഓഫ് ലെങ്ത് എന്ന് പറയുമ്പോൾ b × ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഈസ് ഈക്വൽ ടു അത് ഫോഴ്സ് ബൈ കറണ്ട് ആണ്. നോക്കിയേ b × ലെങ്ത് എന്ന് പറയുമ്പോൾ b × ലെങ്ത് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ കറണ്ട് ആണ്. അപ്പോൾ നോക്കുക mu0I ഈസ് ഈക്വൽ ടു b × ലെങ്ത്. b × ലെങ്ത് എന്ന് പറയുമ്പോൾ b × ലെങ്ത് ഈസ് ഈക്വൽ ടു b × ലെങ്ത് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ കറണ്ട് ആണ്. ഈ കറണ്ട് എന്ന് പറയുമ്പോൾ ചാർജ് ബൈ ടൈം അല്ലേ. നോക്കി, കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം ആണ്. കറണ്ട് ഈസ് ഈക്വൽ ടു q/t ആണ്. ഇവിടെ നോക്കി, ഇവിടെ mu0I. mu0I ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ചാർജ്. q/time വരും. q/time ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ബൈ q വരും. ഫോഴ്സ് ഇൻറ്റു ടൈം ബൈ q. ഫോഴ്സിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ നോക്കുക, ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി അത് ഇമ്പൾസ് ആണ്. ഫോഴ്സിൻ്റെ F × ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ഇമ്പൾസ് ആണ് അതിൻ്റെ ഡയമെൻഷൻ. ഇപ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ അതിൻ്റെ ഡയമെൻഷൻ എടുക്കുമ്പോൾ അത് മൊമെൻറ്റമാണ്. ദാറ്റ് ഈസ് മൊമെൻറ്റമാണ്. അത് മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ. ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ അത് മൊമെൻറ്റമാണ്. ഇവിടെ നമുക്ക് മൊമെൻറ്റം കിട്ടി നോക്കുക. അപ്പം mu0I ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ബൈ q വരും. അപ്പോൾ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? മൊമെൻറ്റം ഈസ് ഈക്വൽ ടു q × mu0 × I. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു q mu0I ഡയമെൻഷൻ ആയിരിക്കും. അപ്പോൾ ഡയമെൻഷൻ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു q mu0I ആയിരിക്കും. q mu0I ഡയമെൻഷൻ ആയിരിക്കും മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 32 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്.
Okay, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. Next question number 33. A solid having an area A and length L is filled with a material having a relative permeability 2. The magnetic energy stored in the solenoid. അപ്പോൾ magnetic energy per unit volume. So energy density. അപ്പോൾ energy density equation. Energy density is equal to energy density of 1/2 into B naught square. So 1/2 into B square into mu വരും. mu എന്ന് പറയുമ്പോൾ so that is equal to 1/2 into B square into mu naught into mu relative വരും. Okay, B square B square by 2 into mu r വരും. Relative permeability. ഇത് എനർജി ഡെൻസിറ്റി ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? mu r-ൻ്റെ വാല്യൂ mu r is equal to 2 ആണ്. So B square by 2 into mu naught into 2 വരും. So B square by 4 mu naught വരും. ഇതാണ് എനർജി ഡെൻസിറ്റി. അപ്പോൾ എനർജി ഈസ് ഈക്വൽ ടു എനർജി ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. Energy is equal to energy density into volume. Energy is equal to energy density times volume വരും. Energy density times volume. Energy density times volume. So B square by 4 mu naught into area into length വരും. So that is equal to B square by 4 mu naught into area into length വരും. B square by 4 mu naught into area into length. Option 4. So question number 33 and the answer option 4 വരും. Next question number 34. Two large parallel plate conducting plates are kept 10 cm apart as shown in the figure. The potential difference between them is V. The potential difference between the points A and B in the figure is. എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ നോക്കുക. ഇവിടെ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയ്ക്ക്, അപ്പോൾ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇ ഇൻ ദിസ് ഡയറക്ഷൻ. ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ ആണ്. 10 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഇവിടുത്തെ ഈ ഇവർക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇവർക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ നമുക്ക് എഴുതാം വി. സോ വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി ആണ്. വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി വരും. ഹ്യൂമാനിറ്റിയുടെ വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി വരും. ഇ ഇൻറ്റു ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 10 വരും. ഇ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 10. ഇവിടെ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്കും ബിക്കും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിഫറൻസ് ആണ് എക്കും ബിക്കും. ഇവിടെ നോക്കുക എ ബി. പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് എടുക്കണം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനുള്ള ഡിസ്റ്റൻസ് എടുക്കണം. വി ഹാവ് ടു ടേക്ക്, കാരണം ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനാണ്, ഈ ഡയറക്ഷനാണ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് അക്രോസ് എ ബി ഈസ് ഈക്വൽ ടു അത് തന്നെയായിരിക്കും വോൾട്ടേജ് അക്രോസ് സി ഡി, വോൾട്ടേജ് അക്രോസ് സി ബി. കാരണം വോൾട്ടേജ് അക്രോസ് എ ബി തന്നെയായിരിക്കും വോൾട്ടേജ് അക്രോസ് സി ബി. കാരണം വി എ ഈസ് ഈക്വൽ ടു വി സി ആണ്. കാരണം വി എ ഈസ് ഈക്വൽ ടു വി സി ആണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷൻ, കാരണം നോക്കുക ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനാണ്, ഈ ഡയറക്ഷനാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് നമുക്ക് ഒരു നോർമൽ എടുക്കുകയാണെങ്കിൽ, കാരണം അത് ഈക്ക് പൊട്ടൻഷ്യൽ പോയിൻറ്റ്സ് ആയിരിക്കും. കാരണം ഈ പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇത് എക്കും ഇത് സിക്കും. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ പോകുമ്പോൾ അതിന് നമ്മളൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിലെല്ലാം ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പോൾ വി എ ഈക്വൽ ടു വി സി. അപ്പോൾ വോൾട്ടേജ് അക്രോസ് വോൾട്ടേജ് അക്രോസ് എ ബി തന്നെയാണ്, വോൾട്ടേജ് അക്രോസ് എ ബി തന്നെയാണ് വോൾട്ടേജ് അക്രോസ് സി ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കുക വോൾട്ടേജ് അക്രോസ് സി ബി എടുക്കുമ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് സി ബി കണ്ടുപിടിക്കണം. നമുക്ക് സി ബി, സി ബി ഈ ഡിസ്റ്റൻസ് എടുക്കാൻ നോക്കുക. ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. കാരണം സി ബി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ വരും. അത് സ്ക്വയർ റൂട്ട് ഓഫ് 16 4 വരും. അപ്പോൾ അത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് സി ബി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇ വരും. 4 ഇൻറ്റു ഇ. അപ്പോൾ വോൾട്ടേജ് അക്രോസ് സി ബി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4 വരും. ഇ ഇൻറ്റു 4 വോൾട്ടേജ് അക്രോസ് ആൻഡ് വോൾട്ടേജ് അക്രോസ് മറ്റേ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 10 വരും. ഇ ഇൻറ്റു 10. അപ്പോൾ വി സി ബി ബൈ വി ഈസ് ഈക്വൽ ടു 4/10 വരും. ദാറ്റ് മീൻസ് വി സി ബി ഈസ് ഈക്വൽ ടു 4v/10 വരും. 2v/5 വരും. അപ്പോൾ വി സി ബി ഈസ് ഈക്വൽ ടു 2v/5 വരും. അപ്പോൾ വോൾട്ടേജ് അക്രോസ് സി ബി, വി സി ബി തന്നെയാണ് വി എ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2v/5 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 2v/5. ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 34, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35. ഇപ്പോൾ നോക്കുക, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. ഐഡൻറ്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ അഡിയബാറ്റിക് പ്രോസസ് ഇൻ എ മോണോറ്റോമിക് ഗ്യാസ്. ഇന്റേണൽ എനർജി ഈസ് കോൺസ്റ്റന്റ്. മോണോറ്റോമിക് ഗ്യാസ് ആണ്, അഡിയബാറ്റിക് പ്രോസസ് ആണ്. അഡിയബാറ്റിക് പ്രോസസ് ആകുമ്പോൾ ക്യൂയുടെ വാല്യൂ Q ഈസ് ഈക്വൽ ടു 0.
അപ്പോൾ നമുക്കറിയാം ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു ആണ്. ക്യൂയുടെ വാല്യൂ 0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. അപ്പോൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു സോ നെഗറ്റീവ് ഡബ്ല്യു. ഇതാണ്. ഇപ്പോൾ ഇന്റേണൽ എനർജി ഇസ് എ കോൺസ്റ്റന്റ്. റോ ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് അല്ല. ദാറ്റ് ഈസ് ഓക്കെ. ഡെൽറ്റ യു ചേഞ്ച് ചെയ്യും. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡബ്ല്യു ആണ്. ദാറ്റ് ഈസ് ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു റോങ് ആണ്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് എ റോങ് ആണ്. And work done in the process is equal to, okay, work done in the process is equal to the change in internal energy. So work done is equal to, so negative delta u ആണ്. Okay, that is equal to, and the magnitude of work done എടുക്കുകയാണെങ്കിൽ so magnitude of delta u ആണ്. അപ്പോൾ ബി ഓക്കെ ആണ്. The product of temperature and the volume is constant. Product of temperature and the volume is constant അല്ല. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ് ആകുമ്പോൾ ടി വി ടു ദ പവർ ഗാമ മൈനസ് 1 ഈസ് എ കോൺസ്റ്റന്റ് അങ്ങനെ വരുന്നത്. ഓക്കെ, ടി വി ടു ദ പവർ ഗാമ മൈനസ് 1 ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് വരുന്നത്. അപ്പോൾ സി റോങ് ആണ്. ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ടി വി കോൺസ്റ്റന്റ് ആയിരിക്കുന്നത്. അത് ഈ ടൈം പറഞ്ഞിരിക്കുന്നത് ടി വി ഷുഡ് ബി കോൺസ്റ്റന്റ്. ടി വി കോൺസ്റ്റന്റ് അല്ലല്ലോ. ഇത് പറഞ്ഞിരിക്കുന്നത് ടി വിയുടെ വാല്യൂ ഷുഡ് ബി കോൺസ്റ്റന്റ്. പക്ഷേ അങ്ങനെയല്ലല്ലോ. ടി വിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പക്ഷേ ടി വി ടു ദ പവർ ഗാമ മൈനസ് 1 ആണ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഇത് റോങ് ആണ്. ഇത് പറ്റത്തില്ല. ആൻഡ് പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. കാരണം നമ്മുടെ ഇക്വേഷൻ പി വി ടു ദ പവർ ഗാമ അത് കോൺസ്റ്റന്റ് ആണ്. പി വി ടു ദ പവർ ഗാമ കോൺസ്റ്റന്റ് ആണെന്നാണ്. അപ്പോൾ ഡിയും റോങ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ എ ഉള്ള ഓപ്ഷനിൽ എലിമിനേറ്റ് ചെയ്യാം. എ വരുന്നത് എ റോങ് ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ഉം 2 റോങ് ആണ്. ഇനി നമുക്ക് ആകെ വരുന്നത് 3 ഉം 4 എടുക്കുമ്പോൾ ഇവിടെ ഡിയും നോക്കുക. ഡിയും പറ്റത്തില്ല. ഡിയും റോങ് അല്ലേ. അപ്പോൾ നമുക്ക് ഓക്കെ ഇപ്പം തന്നെ ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് മനസ്സിലായി കാണും. ബിയും ഇയും ആണ്. ബിയും ഇയും വരുന്നതാണ്. ഓക്കെ, ദ വർക്ക് ഡൺ ടു ചേഞ്ച് ദ ടെമ്പറേച്ചർ ഫ്രം T1 to T2 is proportional to T2 minus T1. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ടു ചേഞ്ച്. ഓക്കെ, സോ വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു നെഗറ്റീവ് ഡെൽറ്റ യു ആണ്. വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു നെഗറ്റീവ് ഡെൽറ്റ യു എന്ന് പറയുമ്പോൾ സോ ഡെൽറ്റ യു. സോ വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു നെഗറ്റീവ് ഡെൽറ്റ യു. സോ വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു സോ ഡെൽറ്റ യു എന്ന് പറയുമ്പോൾ സോ നെഗറ്റീവ് എൻ സി വി ഡെൽറ്റ ടി വരും. എൻ സി വി ഡെൽറ്റ ടി. So work done is equal to so negative n into CV into so T2 minus T1. Okay, T2 minus T1 എന്ന് വരും. അപ്പോൾ work done is proportional to T2 minus T1. Okay, work done is proportional to T2 minus T1. So the work done is proportional to T2 minus T1 വരും. Work done is proportional to T2 minus T1. The work done to change the temperature from T1 to T2 is proportional to T2 minus T1. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന വാല്യൂസ് ഒക്കെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബിയും ഇയും മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ 3. ഇതിൻ്റെ അകത്ത് ഓക്കെ കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബിയും ഇയും സ്റ്റേറ്റ്മെൻ്റ് ആണ് അത്യാവശ്യം കറക്റ്റായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 35 ആൻസർ ഓപ്ഷൻ 3 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 36. Assuming the validity Bohr atomic model for hydrogen-like ions, the radius of lithium 2+ ion in its ground state is given by A0 by X, where X is A0 is the first Bohr radius. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഈ ഹൈഡ്രജൻ ലൈക്ക് സ്പെക്ട്രം ആകുമ്പോൾ നമുക്ക് അതിൻ്റെ RN RN ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു n²/z. ഓക്കെ, n²/z ഇൻറ്റു A0 വരും. അപ്പോൾ A0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് Bohr റേഡിയസ്. ഓക്കെ, RN ഈസ് ഈക്വൽ ടു ഓക്കെ സോ RN ഈസ് ഈക്വൽ നമുക്ക് എഴുതാം. RN ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ RN പ്രൊപ്പോർഷണൽ ടു n²/z ആണ്. n²/z. സോ RN ഈസ് ഈക്വൽ ടു നമുക്ക് n²/z ഇൻറ്റു ഓക്കെ n²/z ഇൻറ്റു A0 വരും. അപ്പോൾ ഇവിടെ ലിഥിയം 2+ ആണ്. ലിഥിയം 2+ എന്ന് പറയുമ്പോൾ അതിൻ്റെ Z ഓക്കെ അതിൻ്റെ Z വാല്യൂ നമ്പർ ഓഫ് പ്രോട്ടോൺ Z ഈസ് ഈക്വൽ ടു 3 വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ 3 വരും. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അപ്പോൾ RN അറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് RN ഈസ് ഈക്വൽ ടു 1. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് 1² ഇൻറ്റു A0 ബൈ സെഡിൻ്റെ വാല്യൂ 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു A0 ബൈ 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു A0 ബൈ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു A0 ബൈ X. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 വരും. എക്സിൻ്റെ വാല്യൂ 3 വരും. എക്സിൻ്റെ വാല്യൂ 3. സോ ക്വസ്റ്റ്യൻ നമ്പർ 36 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 36 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3. Okay, next question number 37. The energy released when 2 deuterons fused to form a helium nucleus. Okay, binding energy per nucleon of deuteron and binding energy per nucleon of helium തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ന്യൂക്ലിയർ റിയാക്ഷൻ എഴുതാം. അപ്പോൾ 2 deuteron അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹീലിയമായിട്ട് മാറുന്നു. സോ 2 helium. വാട്ട് ഈസ് ദ എനർജി റിലീസ്ഡ്? ഓക്കെ, വാട്ട് ഈസ് ദ എനർജി റിലീസ്ഡ് കണ്ടുപിടിക്കണം. അപ്പോൾ എനർജി റിലീസ്ഡ് കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ എനർജി റിലീസ് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കാം. അപ്പോൾ ബൈൻഡിങ് എനർജി എനർജി റിലീസ് ഈസ് ഈക്വൽ ടു ബൈൻഡിങ് എനർജി ഓഫ്
So energy released is equal to, so binding energy of binding energy of products, binding energy of products minus binding energy of reactants വരും. അപ്പോൾ binding energy of products minus binding energy of reactants, binding energy of products minus binding energy of reactants, ഇവിടെ binding energy of products എടുക്കുമ്പോൾ so binding energy of products, so binding energy of product എടുക്കുമ്പോൾ so that is equal to, ഇവിടെ നോക്കുക binding energy per nucleon, that is equal to binding energy per nucleon into binding energy per nucleon times plus number of nucleons ആണ് number of nucleons വരും. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇവിടെ എത്ര വരും 4 അല്ലേ, 7 ഇൻറ്റു 4 28 വരും. 7 ഇൻറ്റു 4 28. ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടൻസ് എടുക്കുമ്പോൾ ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടൻസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കുക ഇവിടെ 1 ഇവിടെ 2 സോ 2 ഇൻറ്റു 1 2 ഇൻറ്റു അതിൻ്റെ ഒരു ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 1.1 ആണ്. 2 ഇൻറ്റു 1.1 ടൈംസ് 2 വരും. ഇവിടെ നോക്കുക 2 ന്യൂക്ലിയോൺ ഇൻറ്റു 2 ഇൻറ്റു 1.1 അതുപോലെ 2 എണ്ണം അല്ലേ, ഇത്രയും വരും. അപ്പോൾ നോക്കുക അപ്പോൾ ഇവിടുത്തെ എനർജി റിലീസ് ഇവിടുത്തെ ക്യൂ വാല്യൂ, അപ്പോൾ എനർജി റിലീസ്ഡ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എനർജി റിലീസ്ഡ് ഈസ് ഈക്വൽ ടു എനർജി റിലീസ്ഡ്. അപ്പോൾ ഇവിടെ 28 മൈനസ് 4.4 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 23.6 അല്ലേ, that is equal to 23.6. 23.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 37 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 37 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ് 23. സോ ബൈൻഡിങ് എനർജി പ്രോഡക്ട്സ് മൈനസ് ബൈൻഡിങ് എനർജി റിയാക്ടൻസ് ആണ് നമ്മുടെ ബൈൻഡിങ് എനർജി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38. In the digital circuit shown the figure for the given inputs, for the given inputs P1 and for the given inputs, for the given inputs what is P and Q values കണ്ടുപിടിക്കണം. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഇവിടെ ഞാൻ വലുതാക്കി വരയ്ക്കാം, വലുതാക്കി. ഇതൊരു NAND ഗേറ്റ് ആണ്, ഇതൊരു NAND ഗേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ 1 ഇവിടെ 1 ആകുമ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് 1 ഇവിടെ 0 ആയിരിക്കും. NAND ഗേറ്റ് ആകുമ്പോൾ 0 ആയിരിക്കും. അപ്പോൾ അത് ഇവിടെ ഒരു ആൻഡ് ഗേറ്റിലോട്ട് പോകണം, ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് ആൻഡ് ഇവിടെ എടുക്കുമ്പോൾ സോ ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ നേരെ എടുക്കും. ഇവിടെ നോക്കാം, ഇവിടുത്തെ ഈ ക്യൂവിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഇവിടെ 2 നോട്ടാണ്, ഇവിടുന്ന് 2 നോട്ട് ഗേറ്റാണ് വരുന്നത്. ഇവിടെ നോക്കി ഇവിടെ 1 ആകുമ്പോൾ ഇവിടെ 0 ആണ്, 0 2 കാരണം ഇവിടെ 1 ആണ്, ഇവിടെ 1 വരുമ്പോൾ ഇവിടുത്തെ നോട്ട് ഗേറ്റ് 0 വരുമ്പോൾ ഇവിടെ 0 വരും, ഇവിടെ 0. ഇവിടെ നോക്കി ഇവിടെ 0, ഇവിടുന്ന് 0 ആയി വരുന്നത്, ഇവിടുന്ന് 0 വരുമ്പോൾ ഇവിടെ 0 വരുമ്പോൾ ഇവിടെ 1 ആയിരിക്കും. ഇവിടെ 1 0 എന്ന് വരുമ്പോൾ 1 0യും ഓർ ഗേറ്റ് ആകുമ്പോൾ 1 ആയിരിക്കും, നോർ ഗേറ്റ് ആകുമ്പോൾ അത് 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ക്യൂ, സോ ക്യൂ ഈസ് ഈക്വൽ, അപ്പോൾ ഇവിടുത്തെ ക്യൂയുടെ വാല്യൂ ക്യൂ ഈസ് ഈക്വൽ ടു 0 വരും. ഇത് 0, ക്യൂയുടെ വാല്യൂ ക്യൂ ഈസ് ഈക്വൽ ടു 0 വരും, ക്യൂയുടെ വാല്യൂ 0 വരും. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇനി ഇവിടുത്തെ ഈ ഗേറ്റിൻ്റെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ ഈ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മളിവിടെ കൊടുക്കുകയാണ്. ഇവിടെ നോക്കി ഇവിടെ 0 ആയില്ല, ഇവിടെ 0 ആണ്, ഇവിടെ 0 ഇവിടെ 0, ഇവിടുന്ന് 0 ആണ്, 0 വരുന്നു, 0 കൂടെ വരുമ്പോൾ ഇത് 0 ആണ്. P ഈസ് ഈക്വൽ ടു 0. ഇവിടെ P ഈസ് ഈക്വൽ ടു 0, Q ഈസ് ഈക്വൽ ടു 0, P ഈസ് ഈക്വൽ ടു 0, Q ഈസ് ഈക്വൽ ടു 0. ക്വസ്റ്റ്യൻ നമ്പർ 38 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 38 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2. ഇവിടെ നോക്കിയാലും മതി, ഇവിടെ 1 എന്ന് പറയുമ്പോൾ ഇവിടെ 1 ഇവിടെ 0 വരും, ഇവിടെ 0 ആണ്. ഇവിടെ 1 ഇവിടെ 0 കൂടെ കൂടുമ്പോൾ ഇവിടെ 0, ഈ 0 ഇങ്ങോട്ടേക്ക് പോകണം, 0 കൂടെ വരുമ്പോൾ ഇവിടെ 0, ഇവിടെ 1 ആണ്. ഇപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് 1 വരും, ഇവിടെ 0, 0യും 1ഉം അതിൻ്റെ നോർ ഗേറ്റ്, അതിൻ്റെ ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ 1 വരും, അതിൻ്റെ പിന്നെ ഇൻവേർട്ട് ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ Q ഈസ് ഈക്വൽ ടു 0, P ഈസ് ഈക്വൽ ടു 0.
Qയും 0, Pയും 0. Okay. Option 2. Question number 38 and the answer option 2. Next question number 39. Two identical objects are placed in front of a convex mirror and a concave mirror having the same radius of curvature 12 cm at the same distance of 18 cm from their respective mirrors. Okay, the ratio of the size of image formed by the convex mirror and the concave mirror. അപ്പോൾ ratio of size ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് കോൺവെക്സ് മിറർ എടുക്കാം. കോൺവെക്സ് മിറർ എടുക്കുമ്പോൾ കോൺവെക്സ് മിറർ അതിൻ്റെ റേഡിയസ് ഒക്കെ കർവേച്ചർ. ഓക്കെ, സോ സെയിം റേഡിയസ് ഒക്കെ കർവേച്ചർ ആണ്. അപ്പോൾ റേഡിയസ് ഒക്കെ കർവേച്ചർ R = R12 ആകുമ്പോൾ സോ ഫോക്കസ് = R/2 വരും. അപ്പോൾ കോൺവെക്സ്, ഇത് കോൺവെക്സ് ആകുമ്പോൾ കോൺവെക്സിൻ്റെ കേസിൽ F F പോസിറ്റീവ് ആണ്. സോ 6 പോസിറ്റീവ് 6 വരും. ഓക്കെ, ഇവിടെ നോക്കുക ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന 18. ഒബ്ജക്റ്റ് U = സോ 18 വരും. അപ്പോൾ 1/V + 1/U = സോ 1/F വരും. അപ്പോൾ 1/V - 1/18 = 1/6 വരും. 1/6. അപ്പോൾ 1/V = സോ 1/18 + 1/6. ഓക്കെ, 1/6 വരും. അപ്പോൾ ഇവിടെ 18. അപ്പോൾ 1 + 3 വരും. 1 + 3. അപ്പോൾ V = സോ അപ്പോൾ ഇവിടെ 4/18 വരും. 4/18. അപ്പോൾ ദാറ്റ് മീൻസ് V = സോ 18/4 വരും. 18/4. അപ്പോൾ ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ മാഗ്നിഫിക്കേഷൻ കോൺവെക്സ് എടുക്കുമ്പോൾ മാഗ്നിഫിക്കേഷൻ ഓഫ് കോൺവെക്സ് = ഇപ്പോൾ -V/U ആണ്. -V/U എന്ന് പറയുമ്പോൾ സോ നെഗറ്റീവ് ഓഫ് ഇപ്പോൾ V പോസിറ്റീവ് ആണ്. 18/4 സോ -18 വരും. ദാറ്റ് ഈസ് അത് 1/4 ആണ്. ദാറ്റ് ഈസ് 1/4 വരും. നമുക്ക് കോൺകേവ് എടുത്ത് നോക്കാം. കോൺകേവ് എടുക്കുമ്പോൾ ഇതിൻ്റെ റേഡിയസ് ഒക്കെ വെച്ച് നോക്കുക. സോറി, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് = അത് -6 ആണ്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് -6 ആണ്. കോൺകേവ് ആകുമ്പോൾ -6 ആണ്. ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എൻ്റെ U = 18 വരും. ഇപ്പോൾ ഇവിടെ ഇക്വേഷൻ എഴുതുമ്പോൾ സോ 1/V + 1/U = 1/F. 1/V - 1/18 = സോ -1/6. ദാറ്റ് മീൻസ് 1/V = സോ സോറി ഇവിടെ 1/6 അല്ലേ, -1/6 + 1/18 വരും. ആൻഡ് ദാറ്റ് ഈസ് 18 = സോ -3 + 1. ആൻഡ് ഓക്കെ, സോ 1/V = -2/18 ആൻഡ് V = സോ V = -9 വരും. V = -9. ഓക്കെ, സോ V = -9 വരും. ആൻഡ് ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ കോൺകേവ് എടുക്കുക. മാഗ്നിഫിക്കേഷൻ ഓഫ് കോൺകേവ് = -V/U എടുക്കുമ്പോൾ സോ -9/-18 വരും. ഇവിടെ നെഗറ്റീവ്, അപ്പോൾ -1/2 ആണ്. ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ -1/2 വരും. മാഗ്നിഫിക്കേഷൻ = -1/2. ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ = -1/2. സോ M ൻ്റെ വാല്യൂ -1/2 ആണ്. അപ്പോൾ ഓക്കെ, ഇവിടെ മോഡുലസ് മാത്രം എടുത്താൽ മതി. ഓക്കെ, ദ റേഷ്യോ ഓഫ് സൈസ് ഓഫ് ഇമേജ് ഫോം ബൈ ദ കോൺവെക്സ് മിറർ ആൻഡ് കോൺകേവ് മിറർ. അപ്പോൾ അതിൻ്റെ റേഷ്യോ സൈസസ് ഫോം ബൈ കോൺവെക്സ് ആൻഡ് കോൺകേവ് മിറർ എടുക്കുമ്പോൾ സോ മാഗ്നിഫിക്കേഷൻ ഓഫ് കോൺവെക്സ് ടു മാഗ്നിഫിക്കേഷൻ ഓഫ് കോൺകേവ് ആണ്. കോൺകേവ് എടുക്കുമ്പോൾ ഇപ്പോൾ റേഷ്യോ സൈസ് ഇപ്പോൾ 1/4/1/2 1/4/1/2 ദാറ്റ് ഈസ് = 2/4 വരും. ദാറ്റ് ഈസ് = 1/2 വരും. അപ്പോൾ അതിൻ്റെ റേഷ്യോ സൈസസ് ഫോം ബൈ ദ ഇമേജ് എടുക്കുമ്പോൾ 1/2 വരും. 1/2 ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 14. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് എഴുതുന്നുള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് അതിന് എമ്മിൻ്റെ ഒരു ഇക്വേഷൻ M = F/, ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നിങ്ങൾ ഡയറക്റ്റ് അറിയാമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, ഡയറക്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അതിനുശേഷം M = U + F അങ്ങനെ വരുന്നത്. സോ M = F/U + F അങ്ങനെ എന്തുവാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അറിയാമെങ്കിൽ ഡയറക്റ്റ്, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പ് എഴുതി ചെയ്താൽ മതി. ഓക്കെ, next question number 40. A sportsman runs around a circular track of radius r such that he traverses the path AB. അതായത് പുള്ളി AB എന്ന് പറയുമ്പോൾ പുള്ളി A നിന്ന് B പോയി, A നിന്ന് B ഇത് B to A പിന്നെ A to B. ഓക്കെ, ഇതാണ് AB. ഇതാണ് പുള്ളിയുടെ പാത്ത്. അതായത് പുള്ളി A നിന്ന് B പോയി, A നിന്ന് B നിന്ന് A പിന്നെ ഒരു പാത്തോടെ എടുത്തു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ നോക്കുക, അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇതൊരു പെരിമീറ്റർ, ഹാഫ് ഓഫ് പെരിമീറ്റർ. ഇത് πr വരും. പിന്നെ അടുത്തതും πr വരും. പിന്നെ അടുത്തതും πr വരും. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് = πr + πr + πr
അപ്പോൾ അത് 3πr ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ ഈസിക്വൾ 3πr വരും. ഡിസ്റ്റൻസ് ട്രാവൽ ഈസിക്വൾ 3πr. 3πr ആണ് ഡിസ്റ്റൻസ് ട്രാവൽ. ഓക്കെ, BA then again AB. Then what is a displacement? Displacement എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2r വരും. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 2r ആൻഡ് ഡിസ്റ്റൻസ് ഈസ് 3πr വരും. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ 3πr, ഡിസ്പ്ലേസ്മെൻറ്റ് 2r വരും. ഓപ്ഷൻ 4, ക്വസ്റ്റ്യൻ നമ്പർ 40. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 41. A body of mass, 1 kilogram is suspended with the help of 2 strings making an angle as shown in the figure. Magnitude of tension T1 and T2 respectively are. ഇവിടെ നോക്കുക, ഈ ആംഗിൾ 30 ഡിഗ്രി. അപ്പോൾ ഇങ്ങോട്ടേക്ക് ടെൻഷൻ T1, ടെൻഷൻ T2, ഇങ്ങോട്ടേക്ക് ടെൻഷൻ T1. ഇവിടുത്തെ ആംഗിൾ 60 ഡിഗ്രി, ഓക്കെ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് T2 cos 30, ഇങ്ങോട്ടേക്ക് T1, സോ ഇങ്ങോട്ടേക്ക് T1 cos 30 വരും. T1 cos 30 മുകളിലോട്ട് T2 sin 30, T2 ഇത് cos 60 മാറിപ്പോയി. ഇത് cos 60, ഇവിടെയും cos 60, cos 60. T2 ഇത് T2, ഇത് ഇങ്ങോട്ടേക്ക് sin 60 വരും. T2 sin 60 വരും. അപ്പോൾ നമുക്ക് T1 ഉം T2ൻ്റെ the magnitude of tension, നമുക്ക് magnitude of tension കണ്ടുപിടിക്കണം. T1ൻ്റെ T2ൻ്റെ magnitude കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കാം, നമുക്ക് ഇങ്ങനെ എഴുതുമ്പോൾ നോക്കാം. സോ T1 ഇവിടെ നോക്കുമ്പോൾ സോ ഇത് F F net in x is equal to 0. F net in x is equal to 0 ആണ്. So that means T1 cos 60 is equal to T2 cos 30. That is equal to T1 into 1/2 is equal to T2 into √3/2. അപ്പോൾ T1 is equal to √3 T2 വരും. T1 is equal to √3 T2. ഇനി അടുത്ത് എടുക്കുമ്പോൾ ഇവിടെ താഴത്തോട്ട് MC എടുക്കാൻ മറന്നുപോയി. താഴത്തോട്ട് MC ഉണ്ട്. അപ്പോൾ നോക്കുക, ഇനി മുകളിലോട്ട് എടുക്കുമ്പോൾ സോ ഇത് 1 kilogram ആണ്. 1 kilogram. അപ്പോൾ നമ്മൾ y ഡയറക്ഷൻ എടുക്കുമ്പോൾ നോക്കുക, ഇവിടെ T1 sin 60, and T2 sin 30. ഇത് 1 kilogram ആണ്. സോ താഴത്തോട്ട് 1g, that is equal to 10 Newton. അപ്പോൾ T1 sin 60 plus T2 sin 30 is equal to 10 വരും. അപ്പോൾ T1 into √3/2 plus T2/2 is equal to 10. അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ ഇവിടെ T1 √3 plus T2 is equal to 20 വരും. T1 √3 plus T2 is equal to 20 വരും. ഇവിടെ നോക്കുക, T1 is equal to √3/2 ആണ്. ഇവിടെ നോക്കുക, √3 into √3 T2 plus T2 is equal to 20 വരും. അപ്പോൾ 4 3 T2 plus T2 is equal to 20. അപ്പോൾ 4 T2 is equal to 20 വരും. ആൻഡ് T2 is equal to 5 Newton. അപ്പോൾ T2ൻ്റെ വാല്യൂ 5 Newton. T2 is equal to 5 Newton വരും. T2 is equal to 5 Newton. അപ്പോൾ T1 is equal to എത്ര വരും? T1 is equal to √3 വരും. T1 is equal to 5 √3. ഇതിപ്പോൾ ഇത്രയും ചെയ്യണമെന്നില്ലായിരുന്നു കേട്ടോ. സോ നമുക്ക് ലാമീസ്റ്റർ അപ്ലൈ ചെയ്താൽ മതി. സോ ഞാനിപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തില്ല. വേണമെങ്കിൽ ലാമീസ്റ്റർ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം ആൻസർ കിട്ടും. ലാമീസ്റ്റർ അപ്ലൈ ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. ലാമീസ്റ്റർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ആംഗിൾ 30 ഡിഗ്രി. അപ്പോൾ ഇങ്ങോട്ടേക്ക് T2 വരും, ഇങ്ങോട്ടേക്ക് T1 വരും. ഈ ആംഗിൾ 60 ഡിഗ്രി. നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ നോക്കാം. അപ്പോൾ ഈ ആംഗിൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് T1, ഇത് T2, ഇത് 10 Newton വരും. 10 Newton. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ 90 + 30 120 ഡിഗ്രി. ഇത് 150 വരും. അപ്പോൾ ഇവിടെ 270 അല്ലേ, 270. ഇത് 90 ഡിഗ്രി. ഈ ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഏറ്റവും എളുപ്പം. ഇത് അങ്ങനെ ചെയ്യുന്നതായിരുന്നു ഏറ്റവും എളുപ്പം. കാരണം 10 by sin 90 is equal to
10 by 9 sin 90 is equal to, so T1 by sin 120 ആണ്, sin 120 വരും. അപ്പോൾ T1 is equal to, so 10 into sin 120, sin 120 എന്ന് പറയുമ്പോൾ അത് √3/2 ആണ്. സോ 10 into √3/2, 5√3 വരും. ഇപ്പോൾ T1 is equal to 5√3. ലാമീസ് തിയറം വെച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വേഗം കിട്ടും. നിങ്ങൾ ലാമീസ് തിയറം അറിയാമെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ചെയ്യാം. സോ അടുത്തത് 10 by sin 90 is equal to, 10 by sin 90 is equal to, so T2 by sin 150 വരും, sin 150. അപ്പോൾ ദാറ്റ് മീൻസ് T2 is equal to, so T2 is equal to 10 into sin 150 വരും, 10 into sin 150, so 10 into 1/2, so 5 Newton വരും. ലാമീസ് തിയറം വെച്ചിട്ട് നമുക്ക് വേഗം ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ 5ഉം, സോ T1 5√3, T1 5√3, T2 5 ആണ്. സോ T2 5ഉം T1 5√3 ആണ്. അപ്പോൾ ഓക്കെ, 5 ഇപ്പോൾ T1 5√3, T2 5, ഓപ്ഷൻ 2. സോ ക്വസ്റ്റ്യൻ നമ്പർ 41, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42. A biconvex lens has radius of curvature of both the side surface same as. ഓക്കെ, അപ്പോൾ ബൈകോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ അതിൻ്റെ സോ R, രണ്ടിൻ്റെ R is equal to, so രണ്ടിൻ്റെ R is equal to 1/6 ആണ്. R is equal to 1/6. ഓക്കെ, if this lens is required to be replaced by another convex lens having a different radius of curvature on both sides, R1 not equal to R2 without any change in the lens power, then the possible combination. അപ്പോൾ ആദ്യത്തെ സോ F1, ആദ്യത്തെ പവർ F1 തന്നെ ആയിരിക്കണം, F2ൻ്റെയും പവർ ആദ്യത്തെ F1. ഓക്കെ, ഇനിഷ്യൽ ഫോക്കൽ ലെങ്ത് ഷുഡ് ബി ഈക്വൽ ടു ഫൈനൽ ഫോക്കൽ ലെങ്ത് ആയിരിക്കണം. കാരണം പവർ P1 ഈസ് ഈക്വൽ ടു പവർ P2, പവർ സെയിം ആയിരിക്കണം. ഇനിഷ്യൽ ഫോക്കൽ ലെങ്ത് F1 തന്നെ ആയിരിക്കണം, ഇനിഷ്യൽ ഫോക്കൽ ലെങ്ത് F1 അത് തന്നെ ആയിരിക്കണം ഫൈനൽ ഫോക്കൽ ലെങ്ത്, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് ഓഫ് സെക്കൻഡ് ലെൻസ്. ഓക്കെ, അത് തന്നെ ആയിരിക്കണം. ഇനിഷ്യൽ ഫോക്കൽ ലെങ്ത് F1 തന്നെ ആയിരിക്കണം. ഫോക്കൽ ലെങ്ത് ഓഫ് റീപ്ലേസ്ഡ് ലെങ്ത്, ഫോക്കൽ ലെങ്ത് ഓഫ് റീപ്ലേസ്ഡ്, ഓക്കെ, ഫോക്കൽ ലെങ്ത് ഓഫ് റീപ്ലേസ്ഡ് ലെൻസ്. ഇവിടെ നോക്കുക, അപ്പോൾ F1 കണ്ടുപിടിക്കാം. സോ F1/F1 is equal to, 1/F1 is equal to, 1/F1 is equal to, so mu1 minus, so mu minus 1 into 1/R minus, so 1/R വരും, so 2/R വരും. that is equal to mu minus 1 into, so 2/R വരും. അപ്പോൾ നോക്കുക, ആദ്യത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ is equal to 1/6 ആണ്. so mu minus 1 into 2 divided by 1/6 വരും. that is equal to R, റേഡിയസ് ഓഫ് കർവേച്ചർ R ആയിട്ട് എടുക്കരുത്, 1/6 ആണ്. അതാണ് നിങ്ങൾക്ക് മിക്കപ്പോഴും തെറ്റിപ്പോണേ. so mu minus 1 into 12 വരും. so 1/F1 is equal to, so 1/F1 is equal to, so 1/F1 is equal to, so mu minus 1 into, so mu minus 1 into 12 വരും. ഓക്കെ, ഇത് തന്നെ ആയിരിക്കണം. സോ ഫൈനൽ, ഓക്കെ, സെക്കൻഡിൻ്റെ ഫോക്കൽ ലെങ്ത് ഇത് തന്നെ ആയിരിക്കണം. അപ്പോൾ സെക്കൻഡിൻ്റെ ഫോക്കൽ, സോ ഫോക്കൽ ലെങ്ത് ഓഫ്, ഓക്കെ, റീപ്ലേസ് ലെങ്ത്, ഫോക്കൽ ലെങ്ത് ഓഫ് റീപ്ലേസ്ഡ് ലെങ്ത്, ഫോക്കൽ ലെങ്ത് ഓഫ് റീപ്ലേസ്ഡ് ലെൻസ്, that is equal to, so 1/F2 is equal to, 1/F2 is equal to, so mu minus 1 into, so 1/R1 plus 1/R2 വരും. ഇവിടെ നോക്കുക, 1/F2 should be equal to, so 1/F2 should be equal to, അത് 1/F1 ആണ്. that is equal to, so mu minus 1 into 12 വരും, mu minus 1 into 12. ഇവിടെ നോക്കുക, mu minus 1 into 12, so 1/F2 എന്ന് പറയുമ്പോൾ, so mu minus 1 into, so 1/R1 plus 1/R2 വരും. that is equal to mu minus 1 into 12 വരും. so mu minus 1 into 12, okay, mu minus 1 into 12, ഇവിടെ mu minus 1 ക്യാൻസൽ ആയി പോലെ. പിന്നെ നമുക്ക് വരുന്നത് എന്താ, so 12 should be equal to, so 12 should be equal to, അതായത് 1/R1 1/R2 കൂടെ അതിൻ്റെ സം എടുക്കുമ്പോൾ ദാറ്റ് വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു 12 ആയിരിക്കണം. അതായത് 1/R1 plus 1/R2 should be equal to 12. ഇവിടെ നോക്കി, ഇവിടെ 1/R1 plus 1/R2 12 വരുന്ന കേസ് നോക്കുക. ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ, സോ ഫസ്റ്റ് കേസ് എടുക്കുക, സോ 1/3, സോ R1 1/3, R2 1/3 എടുക്കുമ്പോൾ 1/R1, സോ 1/R1 plus 1/R2 എന്ന് പറയുമ്പോൾ, സോ 1/1/3 plus 1/1/3 that is equal to 3 plus 3 6 വരുന്നുള്ളൂ. ഇത് 6 വരുന്നുള്ളൂ, ഇവിടെ പോസിബിൾ അല്ല. അടുത്തത് 1/5 1/7 എടുക്കാം. ഓക്കെ, R1 1/5 and R2 1/7. അപ്പോൾ 1/R1 plus 1/R2 എടുക്കുമ്പോൾ, സോ 1/1/5 plus 1/1/7 that is equal to 5 plus 7 12 വരും. ഇത് കറക്റ്റാണ്. അപ്പോൾ നോക്കുക, R1 R2, സോ R1 R2 നമ്മൾ നോക്കുക, R1 is equal to 1/5 and R2 is equal to 1/7 എടുക്കുമ്പോൾ, സോ 12 is equal to, so 1/1/5 plus 1/1/7 that is equal to 5 plus 7 വരും, that is 12 വരും.
അപ്പോൾ ഈ R1 R2 വാല്യൂ 1/5 1/7 വരുമ്പോൾ കറക്റ്റാണ്. നമുക്ക് ആ കറക്റ്റ് 12 എന്നുള്ള ഇത് കിട്ടും. അപ്പോൾ ആ കേസിൽ ആദ്യത്തെ അതേ ഫോക്കൽ ലെങ്ത് തന്നെ കിട്ടും. അപ്പോൾ റേഡിയസ് R1 ഷുഡ് ബി 1/5. R1 ഈസ് ഈക്വൽ ടു 1/5 സെൻറ്റിമീറ്റർ ആൻഡ് R2 ഈസ് ഈക്വൽ ടു 1/7 സെൻറ്റിമീറ്റർ വരും. R1 ഈസ് ഈക്വൽ ടു 1/5 സെൻറ്റിമീറ്റർ, R2 ഈസ് ഈക്വൽ ടു 1/7 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 42 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. ഇത് ഇവിടെ നോക്കാം, ഇവിടെ 1/R1 + 1/R2 എടുക്കുമ്പോൾ നമുക്ക് ഇത് 10 വരുള്ളൂ, ഇവിടെ 15 വരും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. ഇഫ് mu0 and E0 are the permeability and permittivity of free space respectively, then the dimension of 1/mu0 ഇത് നോക്കുക. ഓക്കെ, നമുക്കറിയാം ലൈറ്റിൻ്റെ സ്പീഡ് ഇൻ ടൈംസ് ഓഫ് കോൺസ്റ്റന്റ് എടുക്കുമ്പോൾ 1/mu0 f0 വരും. ഇതിനെ സ്ക്വയർ ചെയ്യുക. c² ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? c² ഈസ് ഈക്വൽ ടു സോ mu0 f0 വരും. അപ്പോൾ 1/mu0 f0 എന്ന് പറയുമ്പോൾ അത് c² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു L(t⁻⁻1) ഹോൾ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു L²t⁻²2. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ L²t⁻²2, അതായത് L²t⁻² എന്ന് പറയുമ്പോൾ L²/t² ആണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. ക്വസ്റ്റ്യൻ നമ്പർ 43 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2. ഇനി നോക്കാം, മാച്ച് ലിസ്റ്റ് ആണ്. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ ബോഡി. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു അത് Q/ΔT അല്ലേ, Q/ΔT. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ Q/ΔT ദാറ്റ് ഈസ് ഈക്വൽ ടു ജൂൾ/കെൽവിൻ ആണ്. ജൂൾ/കെൽവിൻ വരും. ജൂൾ/കെൽവിൻ അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു ജൂൾ/കെൽവിൻ. ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ഹീറ്റ് കപ്പാസിറ്റി ജൂൾ/കെൽവിൻ വരും. ജൂൾ/കെൽവിൻ. ഓക്കെ, സോ A മാച്ചസ് വിത്ത് 2. A മാച്ചസ് വിത്ത് 2 എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ നോക്കിയാൽ തന്നെ മതി. ഓക്കെ, ചില മാച്ച് ലിസ്റ്റൊക്കെ വരുമ്പോഴേ നിങ്ങൾക്ക് അറിയാവുന്ന ആദ്യം നോക്കുക. ചിലപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല കേട്ടോ, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ നോക്കുമ്പോൾ തന്നെ അതെ ഹീറ്റ് കപ്പാസിറ്റികൾ ജൂൾ/കെൽവിൻ നോക്കുക. അപ്പോൾ ഇത് പറ്റത്തില്ല. ഇത് A മാച്ചസ് വിത്ത് 3 പറ്റത്തില്ല. A മാച്ചസ് വിത്ത് 4 അതും പോസിബിൾ അല്ല. A മാച്ചസ് വിത്ത് 3 അതും പോസിബിൾ അല്ല. A മാച്ചസ് വിത്ത് 2 ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഓപ്ഷൻ 4 ആണ് കിട്ടും. ഇനി നമുക്ക് നോക്കാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ S. ഓക്കെ, S ഈസ് ഈക്വൽ ടു അത് Q/mass/ΔT ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അത് ജൂൾ/kg/Kelvin വരും. അപ്പോൾ അത് ജൂൾ/kg/Kelvin വരും. ജൂൾ/kg/Kelvin. ഓക്കെ, ജൂൾ/kg/Kelvin. അപ്പോൾ B മാച്ചസ് വിത്ത് 3 ആണ്. B മാച്ചസ് വിത്ത് 3 വരും. അപ്പോൾ B മാച്ചസ് വിത്ത് 3 അതും കറക്റ്റ് ആണ്. ഇനി ലേറ്റൻറ്റ് ഹീറ്റ്. ഓക്കെ, ലേറ്റൻറ്റ് ഹീറ്റ് എടുക്കുമ്പോൾ ലേറ്റൻറ്റ് ഹീറ്റ് L ഈസ് ഈക്വൽ ടു അത് Q/m ആണ്. Q/m. ഇപ്പോൾ ജൂൾ/kg ആണ്. ജൂൾ/kg. ലേറ്റൻറ്റ് ഹീറ്റ് ഈസ് ഈക്വൽ ടു ജൂൾ/kg. ഓപ്ഷൻ 1. C മാച്ചസ് വിത്ത് 1 ആണ്. ഓക്കെ, C മാച്ചസ് വിത്ത് 1 വരും. അതും കറക്റ്റ് ആണ്. ഇനി തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നോക്കുക, അതായത് Q/T ഈസ് ഈക്വൽ ടു K ഇൻറ്റു ഏരിയ ഇൻറ്റു ΔK ΔT ബൈ ഡിസ്റ്റൻസ് ആണ്. ബൈ ഡിസ്റ്റൻസ് വരും ബൈ X. ഇപ്പോൾ K ഈസ് ഈക്വൽ ഇത് വാട്ടല്ല, ജൂൾ/സെക്കൻഡ് ആണ്. അപ്പോൾ K ഈസ് ഈക്വൽ ഇത് ജൂൾ/സെക്കൻഡ് ആണ്. ജൂൾ/സെക്കൻഡ് ഇവിടെ വരും. ഇവിടെ ഏരിയ വരും. ഇവിടെ കെൽവിൻ, ഇവിടെ മീറ്റർ വരും. ഇപ്പോൾ ജൂൾ/സെക്കൻഡ്, ഇവിടെ മീറ്റർ സ്ക്വയർ, ഇവിടെ കെൽവിൻ, ഇവിടെ മീറ്റർ വരും. അപ്പോൾ നമുക്ക് ജൂൾ/സെക്കൻഡ്. ഓക്കെ, ഇത് നമ്മൾ എടുക്കുന്നത് ജൂൾ/. ഓക്കെ, ഇത് ജൂൾ/സെക്കൻഡ് പെർ മീറ്റർ പെർ ടെമ്പറേച്ചർ വരും. ജൂൾ/സെക്കൻഡ് പെർ മീറ്റർ പെർ കെൽവിൻ വരും. ഓക്കെ, സോ അപ്പോൾ തെർമൽ D മാച്ചസ് വിത്ത് 4 ആണ്. D മാച്ചസ് വിത്ത് 4 വരും. അപ്പോൾ D മാച്ചസ് വിത്ത് 4 ഓപ്ഷൻ 4. സോ ക്വസ്റ്റ്യൻ നമ്പർ 19. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 44 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. സോ ക്വസ്റ്റ്യൻ നമ്പർ 44 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. Next question number 45. Consider a circular loop that is uniformly charged and has a radius radius is equal to a²√2. Find the position along the positive axis of the Cartesian coordinate system where the electric field is maximum if the ring was assumed to be placed in the xy plane at the origin. അത് ഒരു യൂണിഫോംലി ചാർജ് റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ആക്സിസിൽ ഏത് പോയിലാണ് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം, അതാണ് ക്വസ്റ്റ്യൻ. ഒക്കെ അത്രയേ ഉള്ളൂ. ഇവിടെ നോക്കാം. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് വൈറ്റ് കൊടുക്കാം.
ഒരു യൂണിഫോംലി ചാർജ് റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സ് ആക്സിൽ ഏത് പോയിന്റിലാണ് ഇത് മാക്സിമം വരുന്നത്? ഇവിടെ 6, ഇവിടെ ഒരു പോയിന്റ് എക്സ് എടുക്കാം. ഈ പോയിന്റ് എക്സ്, ഇത് ഡിക്ക് വരും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ സ്മോൾ ഡി ഈസ് ഈക്വൾ സോ കെ ഇൻറ്റു ഡി ക്യൂ ബൈ, ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് നോക്കുക, ഈ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇത് സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷൻ വരും. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ആക്സിയൽ ഡയറക്ഷൻ മാത്രമേ കിട്ടുള്ളൂ. ഈ ഡി കോസിറ്റ് അതിൻ്റെ കമ്പോണൻറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഡി ക്യൂ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വരും. അതാണ് ഡി. ഇപ്പോൾ ഡി കോസിറ്റ എന്ന് പറയുമ്പോൾ ഡി കോസിറ്റ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി ക്യൂ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ വരും. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു എക്സ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വരും. ഇതിൻ്റെ വാല്യൂ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ടു ദ പവർ 3/2 വരും. അവിടെ നോക്കിയപ്പോൾ അടുത്ത നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ നെറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ അത് ഇൻ്റഗ്രൽ ഡി കോസിറ്റ് എടുക്കുമ്പോൾ സോ അത് ഇൻ്റഗ്രൽ കെ ഇൻറ്റു കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ടു ദ പവർ 3/2. അപ്പോൾ ഇൻ്റഗ്രൽ ഡി ക്യു വരും. അപ്പോൾ അതാണ് നെറ്റ് ഫീൽഡ്. കാരണം എക്സ് വേരി ചെയ്യുന്നില്ല, ഇവിടെ ഇൻ്റഗ്രൽ ഡി ക്യു എടുക്കുന്നത്. സോ നമുക്ക് ഇപ്പോൾ ഈ നെറ്റ് ഈസ് ഈക്വൽ ടു അത് കെ. അപ്പോൾ ഇൻ്റഗ്രൽ ഡി ക്യു എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഡി ക്യു ഈസ് ഈക്വൽ ടു ക്യൂ ആണ്. അപ്പോൾ നമ്മളിവിടെ എടുക്കുമ്പോൾ സോ കെ ഇൻറ്റു ക്യൂ ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ടു ദ പവർ 3/2. അപ്പോൾ അലോങ് ദ ആക്സിസ് ആണ്. അപ്പോൾ ഇത് മാക്സിമം ആയിരിക്കണം. ഈ ഷുഡ് ബി മാക്സിമം. ഇയുടെ വാല്യൂ മാക്സിമം ആണ്. ഈ ഷുഡ് ബി ഇ മാക്സ്. ഇയുടെ വാല്യൂ മാക്സിമം ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ എക്സ് എന്ന് കണ്ടുപിടിക്കണം. ഡി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് കെ ക്യൂ എക്സ് ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ടു ദ പവർ 3/2 ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. ഇതിൻ്റെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ നോക്കാം, കെ ക്യൂ പുറത്തെടുക്കുമ്പോൾ സോ കെ ക്യൂ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ടു ദ പവർ 3/2 ഷുഡ് ബി ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ടു ദ പവർ 3 വി ഇൻറ്റു സോ ഇവിടെ നോക്കുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ടു ദ പവർ 3/2 ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 3/2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 3/2 മൈനസ് 1 ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം. ഇവിടെ നോക്കി, ഇവിടെ ന്യൂമറേറ്റർ ഷുഡ് ബി ഈക്വൽ ടു 0. ന്യൂമറേറ്റർ ഷുഡ് ബി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ടു ദ പവർ 3/2 മൈനസ് സോ 3x/2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ടു ദ പവർ 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നോക്കുക, ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ടു ദ പവർ 1/2 പുറത്തെടുക്കുമ്പോൾ ഇവിടെ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ എടുത്തപ്പോൾ ഒരു തെറ്റോടെ പറ്റി. ഇവിടെ എടുത്തപ്പോൾ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ഇൻറ്റു 2x കൂടെ ഉണ്ട്. ഇവിടെ 2x കൂടെ ഉണ്ട്. ഇൻറ്റു ഈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കൂടെ വരും. ഇൻറ്റു 2x കൂടെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ എടുക്കുമ്പോൾ ആ ടൈം എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഇൻറ്റു 2x ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ നോക്കുക, ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, ഇവിടെ ഇത് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ടു ദ പവർ 1/2 പുറത്തെടുത്തും. പിന്നെ ഇവിടെ ബാക്കി വരുന്ന ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, ഇവിടെ 3x/2 ഇൻറ്റു 2x വരും. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ഈ ക്വാണ്ടിറ്റി ഷുഡ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ദാറ്റ് മീൻസ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 3x² ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ദാറ്റ് മീൻസ് 2x² ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2x² എന്ന് വരും. അപ്പോൾ x² ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ 2. x² ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ 2. സോ x ഈസ് ഈക്വൽ ടു ആർ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 വരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഹാസ് എ റേഡിയസ്. ഇതിൻ്റെ റേഡിയസ് a² √2 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ.
മാക്സിമം വാല്യൂ കിട്ടുന്നു. സോ ഫോർ ഇവിടെ ആർ ഈസ് ഈക്വൽ ടു സോ ഇ ഈസ് മാക്സിമം. സോ ഇ മാക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ആർ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2. ഇവിടെ ആർ ഈസ് ഈക്വൽ ടു ഓക്കെ എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 ആണ്. അപ്പോൾ ഇ മാക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എ വരും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ, ഇ ഈസ് ഈക്വൽ ടു ഇ മാക്സ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു എയിൽ ഇ ഈസ് ഈക്വൽ ടു ഇ മാക്സ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു എ, ഇ ഈസ് ഈക്വൽ ടു ഇ മാക്സ്. അപ്പോൾ അതിൻ്റെ ആൻസർ എ വരും. ക്വസ്റ്റ്യൻ നമ്പർ 45 സോറി എ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 3 അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ഓക്കെ എ വരും. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. ഓപ്ഷൻ 3 അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 46. A wheel of radius 0.2 meter rotate freely about its center with its string that is wrapped around over its rim is pulled by a force of 10 Newton as shown in the figure. The established torque produces an angular acceleration of 2 radian per second square. The moment of inertia of the wheel. Okay, അപ്പോൾ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കുക. അപ്പോൾ ഇവിടെ ഫോഴ്സ് 10 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു 0.2 മീറ്റർ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു 0.2 മീറ്റർ. ഓക്കെ, റാപ്പ് ഓവർ ഇറ്റ്സ് ഫ്രെയിം ഇറ്റ്സ് പുൾഡ് ബൈ എ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ ആസ് ഓൺ ദ ഫിഗർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് വരും. ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ വരും. ടോർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ. സോ 10 ഇൻറ്റു 0.2 ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ന്യൂട്ടൺ മീറ്റർ വരും. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ. ഓക്കെ, ടോർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ. അപ്പോൾ 10 ഇൻറ്റു 0.2 ഓക്കെ 2 ന്യൂട്ടൺ മീറ്റർ വരും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോർക്ക്. ഓക്കെ, ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് എഴുതുമ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ഇപ്പോൾ 2 ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ ഇൻറ്റു ആൽഫ. ആൽഫയുടെ വാല്യൂ എത്രയാണ്? ആൽഫ ഈസ് ഈക്വൽ ടു 2 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. ആൽഫ ഈസ് ഈക്വൽ ടു 2 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ വരും 2. സോ ഓക്കെ, അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ ഈസ് ഈക്വൽ ടു 1 വരും. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ വരും. 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 1 ആയി. വളരെ സിമ്പിളായി പോയില്ല. ഓക്കെ, സോ ഇവിടെ ഇതിൻ്റെ മാസ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ റൊട്ടേറ്റ് ഫ്രീലി. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 10 ന്യൂട്ടൺ. ഓക്കെ, സോ 10 ഇൻറ്റു ആർ ടോർക്ക് വരും. അപ്പോൾ 10 ഇൻറ്റു ആർ ഓക്കെ എഫ് ഇൻറ്റു ആർ ഓക്കെ 2 ന്യൂട്ടൺ മീറ്റർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. അപ്പോൾ ഐയുടെ വാല്യൂ ഐ ആൽഫ, ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു സോ 2/2 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ക്വസ്റ്റ്യൻ നമ്പർ 46 അതിൻ്റെ ആൻസർ 1 ആണ്. Next question number 47. The internal energy of air in 4 meter by 4 meter by 3 meter size room at 1 atmosphere pressure will be. Consider air as diatomic molecule. അപ്പോൾ internal energy U is equal to നമുക്കറിയാം U is equal to NCVT വരും. NCVT and CV is equal to diatomic ആയതുകൊണ്ട് CV is equal to 5R/2 വരും. So 5R/2. അപ്പോൾ U is equal to so N into 5R/2 into T വരും. ഇവിടെ N എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ്. N ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ആണ്. N എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ N ഇൻറ്റു ആർ ഇൻറ്റു ടി. സോ NRT. സോ പി വി ഈസ് ഈക്വൽ ടു NRT ആണ്. പി വി ഈസ് ഈക്വൽ ടു NRT. അപ്പോൾ NRT എന്ന് പറയുമ്പോൾ പി വി വരും. NRT ഈസ് ഈക്വൽ ടു പി വി. അപ്പോൾ U ഈസ് ഈക്വൽ ടു 5/2 ഇൻറ്റു NRT. സോ U ഈസ് ഈക്വൽ ടു 5/2 ഇൻറ്റു പി വി വരും. 5/2 ഇൻറ്റു പി വി. ഇവിടെ നോക്കുക പ്രഷർ. ഓക്കെ, അപ്പോൾ ഓക്കെ energy is equal to 5/2 times PV. 5/2 times PV. Pressure P is equal to 1 atmosphere pressure. അപ്പോൾ 1 atmosphere എന്ന് പറയുമ്പോൾ that is equal to okay 1 atmosphere എന്ന് പറയുമ്പോൾ 10⁵ അല്ലേ. 10⁵ പാസ്കൽ വരും. ആൻഡ് വോളിയം ഈസ് equal to 4 × 3 വരും. 48 അല്ലേ. സോ 16 × 3 48 വരും. 16 × 3 48 മീറ്റർ ക്യൂബ് വരും. അപ്പോൾ that is equal to 5/2 into pressure 1 into 10⁵ into 48 വരും. And that is equal to so 24 into 5 that is equal to so 24 into 5 into 10⁵ that is equal to 120 into 10⁵ that is equal to 12 into 10⁶. Okay, so the internal energy is equal to internal energy U is equal to 12 into 10⁶ joule. Okay, 12 into 10⁶ joule വരും. അതിൻ്റെ ആൻസർ 12 അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ 12 വരും. ഓക്കെ, അതിൻ്റെ ആൻസർ 12. ക്വസ്റ്റ്യൻ നമ്പർ 47 അതിൻ്റെ ആൻസർ 12 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48.
A ray of light suffers a minimum deviation when incident on a prism having an angle of prism equal to 60 degree. അപ്പോൾ A is equal to 60 degree. Minimum deviation. Okay. അപ്പോൾ refractedness of the prism. Okay. Refractedness N is equal to sin A plus delta minimum by 2 by sin A by 2 വരും. Sin A by 2. അപ്പോൾ that is equal to root 2. So root 2 is equal to sin 60 plus, okay, 60 plus delta minimum by 2 by sin A by 2. Sin A by 2. So that is equal to root 2. Okay, that is equal to root 2. That is equal to root 2 times, okay, sin 30 plus, okay, 30 plus delta minimum by 2 by sin 30. So sin 30 plus, okay, sin 30 plus delta minimum by 2 is equal to so root 2 into 1 by 2 വരും. So root 2 into 1 by 2. So sin 30 എന്ന് പറയുമ്പോൾ 1 by 2. So 1 by root 2 വരും. So 1 by root 2. So that is equal to sin, okay, that is equal to sin 30 plus delta minimum by 2 is equal to 1 by root 2 എന്ന് പറയുമ്പോൾ അത് sin 45. അത് sin 45 ആണ്. That is equal to sin 45. But that means, okay, that means 30 plus delta minimum by 2 it is equal to 45. So delta minimum by 2 is equal to 45 minus 30 എന്ന് പറയുമ്പോൾ 15 വരും. But delta minimum is equal to, so delta minimum is equal to, so 30 degree വരും. So delta minimum that is equal to 30 degree. Delta minimum is equal to 30 degree. അപ്പോൾ നമുക്ക് ഇവിടെ ഡെൽറ്റ മിനിമം കിട്ടി, മിനിമം ഡീവിയേഷൻ കിട്ടി. ഓക്കെ, ഡെൽറ്റ മിനിമം ഇസ് ഈക്വൽ, നമുക്കറിയാം ഡെൽറ്റ മിനിമം ഇസ് ഈക്വൽ, സോ മിനിമം ഡീവിയേഷൻ സോ ഐ പ്ലസ് ഇ, സോ ഡെൽറ്റ മിനിമം ഇസ് സോ ഡെൽറ്റ, സോ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു, ഡീവിയേഷൻ ഇക്വേഷൻ വരുമ്പോൾ സോ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സോ ഐ പ്ലസ് ഇ മൈനസ്, ഓക്കെ, സോ ഐ പ്ലസ് ഇ മൈനസ് R1 പ്ലസ് R2 വരും. R1 പ്ലസ് R2 എന്ന് പറയുമ്പോൾ അത് എ ആണ്. സോ R1 പ്ലസ് R2 ഇസ് ഈക്വൽ ടു അത് എ അല്ലേ. സോ R1 പ്ലസ് R2 ഇസ് ഈക്വൽ ടു എ വരും. അപ്പോൾ ഡെൽറ്റ മിനിമത്തിൻ്റെ കേസിൽ വെൻ ഡെൽറ്റ മിനിമത്തിൻ്റെ കേസിൽ, ഓക്കെ, ഡെൽറ്റ മിനിമത്തിൻ്റെ കേസിൽ, ഓക്കെ, സോ ഐ ഈസ് ഈക്വൽ ടു, സോ ഡെൽറ്റയുടെ വാല്യൂ മിനിമം ആകുമ്പോൾ സോ ദാറ്റ് മീൻസ് ഐ ഈസ് ഈക്വൽ ടു ഇ ആണ്. അപ്പോൾ നോക്കുക ഡെൽറ്റ മിനിമം ഈസ് ഈക്വൽ ടു, സോ ഡെൽറ്റ മിനിമം ഈസ് ഈക്വൽ ടു സോ ഐ പ്ലസ് ഇ മൈനസ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു സോ 2i മൈനസ് എ വരും. 2i മൈനസ് എ. ഇപ്പോൾ ഡെൽറ്റ മിനിമം ഈസ് ഈക്വൽ ടു, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. സോ 2i, എയുടെ വാല്യൂ ഓക്കെ, എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി അല്ല, എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇപ്പോൾ എയുടെ വാല്യൂ 60 ഡിഗ്രി ആണ്. അപ്പോൾ 2i ഈസ് ഈക്വൽ ടു 90. ദാറ്റ് മീൻസ് ഐ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി ആണ്. 45 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി വരും. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 48 അതിൻ്റെ ആൻസർ 45 വരും. ക്വസ്റ്റ്യൻ നമ്പർ 48 അതിൻ്റെ ആൻസർ 45. Okay, the length of a light string is, okay, 1.4 meter while the tension on it is 5 Newton. If the tension increases to 7 Newton, the length of string is 1.56 meter. The original length of string is. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് കണ്ടുപിടിക്കണേ. നമുക്കറിയാം യങ് സ്മോളസ്റ്റ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ ഇൻറ്റു ബൈ എൽ വരും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നത് എഫ് ഈസ് ഈക്വൽ ടു നോക്കുക, എഫ് ഈസ് ഈക്വൽ ടു വൈ എ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നോക്കുക, ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് എല്ലാം റിമെയിൻ കോൺസ്റ്റൻ്റ്. ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വൈ എ എൽ, ഓക്കെ, സോ വൈ എ എൽ ബൈ എൽ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ലെങ്ത് ആണ്. സോ എൽ നോട്ട് എന്ന് എടുക്കാം, ഇത് എൽ നോട്ട്. സോ വൈ എ എൽ നോട്ട് ദാറ്റ് ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. വൈ എ എൽ നോട്ട് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ വൈ എ എൽ നോട്ട് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എഫ് ഈസ് ഇവിടെ എനിക്ക് എഴുതാം എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡെൽറ്റ എൽ, that is equal to f is equal to a constant into L minus L naught. So L is equal to, so the given length, L is equal to the length, okay, so L is equal to the length and L naught original length, L naught initial length or original length, or L naught is original length, okay, L naught is original length, okay. So we have the relation, okay, F proportional to, so F proportional to force proportional to L minus L naught, okay. The force proportional to F minus, so we can write F proportional to L minus L naught. And what they have given, when F is equal to 5,
the length is equal to, the length of string is equal to, length is equal to 1.4. So when f is equal to 7, the length become 1.4. Okay, so this one, so take it as f1, this is f2, L1, L2, that is equal to 1.56. Okay, so we could do the equation. So f1, so f1 by f2 is equal to, so we can write f1 by f2 is equal to, so L1, so this one, L1 minus L0 by L2 minus L0. So we have the relation, right? F is equal to, so f is equal to, so k into L minus L0, right? So we can write, so f1 by f2 is equal to, so L1 minus L0 by L2 minus L0. So here we can write, so here 5 by 7 is equal to, so 1.4 minus L0 by 1.56 minus L0. Okay, and when you cross multiply this one, so 1.56 into 5 minus 5 L0, 1.4 into 7 minus 7 L0. Okay, and when you bring this one to here, so 7 L0 minus 5 L0 is equal to, so 1.4 into 7 minus 1.56 into 5, and this is equal to, okay, this is equal to, and this is equal to 2. Okay, this is equal to 2. So 2 L0, so here 2 L0, so here 2 L0 is equal to 2, 2 L0 is equal to 2, so L0 is equal to 1 meter. So L0 is equal to 1 meter. Okay, 2 L0 is equal to 2, so L0 is equal to 1 meter. The original length, okay, the original length L0 is equal to 1 meter. The original length L0 is equal to 1 meter. The original length L0 is equal to 1 meter. So question number 49, answer 1. And next question number 50, a satellite of mass 1000 kg is launched to revolve around the Earth in an orbit at a height of 270 km from the Earth's surface. The kinetic energy of the satellite in this orbit. So kinetic energy is equal to, and equation where the kinetic energy is equal to, so G capital M small m divided by 2R. G capital M 2m by 2R. So നമുക്കറിയാം mv square by r is equal to, അത് G capital M small m by r square വരും. അപ്പോൾ ഒരു r കട്ടായി പോകും. ഇതിനെ ഹാഫ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, സോ ഹാഫ് എം വി സ്ക്വയർ is equal to G capital M small m by 2r വരും. ഇവിടെ നോക്കിയാൽ ജിയുടെ വാല്യൂ, സോ G is equal to 6.67 into 10 to the power negative 11. Mass of Earth is equal to 6 into 10 to the power 24. And mass of satellite 10, okay, so 100 വരും, സോറി 1000 വരും. ആൻഡ് ഓക്കെ, സോ ഇവിടെ നോക്കാം, ഇവിടെ റേഡിയസ് ഓഫ് എർത്ത്, റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ, സോ ഇവിടെ ആർ എടുക്കുമ്പോൾ ആർ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച് വരും, ആർ പ്ലസ് എച്ച്. ഇപ്പോൾ 6400 പ്ലസ് 270, ഓക്കെ, 6200 പ്ലസ്, സോറി 6400 പ്ലസ് 270 കിലോമീറ്റർ, ദിസ് ഈസ് ഈക്വൽ ടു 6670 കിലോമീറ്റർ വരും. 6670 കിലോമീറ്റർ. ഓക്കെ, ഇവിടെ നോക്കുക, അപ്പോൾ ഇവിടെ 6670, ഓക്കെ, 6400 270 അല്ല, അപ്പോൾ 6670 into 10 to the power 3, that is equal to 6.67 into 10 to the power 6 meter വരും. അപ്പോൾ that is equal to 6.67 into 10 to the power 6 meter. ഇവിടെ 2 into, ഓക്കെ, 2 into റേഡിയസ്, ഓക്കെ, 2 into r എന്ന് പറയുമ്പോൾ, സോ 2 into 6.67 into 10 to the power 6 വരും. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ, സോ 6.67 ക്യാൻസൽ ആയി പോകും. 6.67, ഓക്കെ, 6.67 ക്യാൻസൽ ആയി പോകും. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓരോന്നായിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, സോ 10 to the power negative 11 into 6 into 10 to the power 24 into 10 to the power 3 divided by 2 into 10 to the power 6. ഇവിടെ 3 into 10 to the power, okay, 24 plus 3 minus 6 minus 11 വരും. അപ്പോൾ 27 അല്ലേ. ഇവിടെ നോക്കി, ഇവിടെ 27 minus 17, ഓക്കെ, 27 minus 17 10 വരും. സോ 3 into 10 to the power 10 ജൂൾ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 3 into 10 to the power 10 ജൂൾ 3 ആണോ? യെസ്. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി ഓഫ് ദാറ്റ്, ഓക്കെ, സാറ്റലൈറ്റ് ഈസ് ഈക്വൽ ടു, സോ 3 into 10 to the power 10 ജൂൾ വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into 10 to the power 10. അപ്പോൾ അതിൻ്റെ ആൻസർ 3 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 3. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ ടൈം. ഓക്കെ, താങ്ക് യു. Brilliant Study Center.
India's #1 coaching center for NEET and JEE.